Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, 41 ദിവസം നീണ്ടു നിൽക്കുന്ന അന്ത്യകാല പ്രേക്ഷിതാർ എന്നുള്ള ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, 33ാമത്തെ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് അന്ത്യകാല പ്രേക്ഷിതരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്നൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ 33ാമത്തെ ദിവസത്തിൽ നമ്മൾ കാണുന്നത് ദാരിദ്ര്യത്തിലും എളിമയിലും ദൈവത്തെ മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ എന്നുള്ള സത്യം നമ്മളിന്ന് മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിലേക്ക് തോന്നിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാ. ഈ ശുശ്രൂഷ മനുഷ്യൻ തൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടോ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടോ ചെയ്യിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ അല്ല, മറിച്ച് ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്ന, അതിനേക്കാൾ ഉപരി ദൈവം നേരിട്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് അന്ത്യകാല പ്രേക്ഷിതർ എന്നുള്ള ശുശ്രൂഷ. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നതെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ 32 ദിവസമായിട്ട് ഈ ആലയത്തിൽ ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കുവച്ചിരുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല, ഒരു ദൈവ പൈതലിന് എങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും, എങ്ങനെ നിത്യജീവന് സ്വന്തമാക്കാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ചാണ്. പക്ഷെ ഈ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ലക്ഷക്കണക്കിന് മക്കള് ഇതിൽ പങ്കുചേരുന്നു എന്ന് മാത്രമല്ല, ആ പങ്കുചേരുന്ന മക്കള് ഓരോ ദിവസവും ഇത് മുടങ്ങാതിരിക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നിത്യജീവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഈശോയുടെ 2ാം വരവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കാനായിട്ട് പലർക്കും ഇന്ന് താല്പര്യമില്ല. മറിച്ച് ലോകത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും പ്രശ്ന പരിഹാരത്തെക്കുറിച്ചും ഇപ്രകാരമുള്ള ചില വെളിപ്പെടുത്തലുകൾ നൽകുകയാണെങ്കിൽ ഓരോ ദിവസവും അതിലേക്ക് അനേകായിരം മക്കള് കൂടുകയും കേൾക്കാനായിട്ട് താല്പര്യം ജനിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ അന്ത്യകാല പ്രേക്ഷിതർ ശുശ്രൂഷയില് കണ്ട ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ആരംഭം തൊട്ട് കണ്ടിരിക്കുന്ന മക്കൾക്ക് ഇതിൽ നിന്നും മാറിപ്പോകാൻ കർത്താവ് അനുവദിക്കുന്നില്ല. പല തിരക്കുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ സമയമാകുമ്പോഴേക്കും അമ്മ മാതാവിലൂടെ ഈ ശുശ്രൂഷയിലേക്ക് പങ്കുചേരാനായിട്ട് സാധിക്കുന്നു എന്നതാണ് ഈ ശുശ്രൂഷ ദൈവം നയിക്കുന്ന ശുശ്രൂഷയാണെന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആരാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ അന്ത്യകാല പ്രേക്ഷിതരാൻ വിളിക്കപ്പെട്ട മക്കളാ. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ മുടങ്ങാതെ ലക്ഷക്കണക്കിന് മക്കൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള മക്കളായിട്ട് തീരണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് ചിന്തിച്ചു, ആരാണ് യഥാർത്ഥത്തിൽ അന്ത്യകാല പ്രേക്ഷിതർ? എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച 2-3 ചിന്തകൾ ഇപ്രകാരമാണ്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ഹൃദയം സ്വന്തമാക്കിയവരാണ് യഥാർത്ഥത്തിൽ അന്ത്യകാല പ്രേക്ഷിതർ. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയാ. യേശുക്രിസ്തുവിനെ ധരിച്ചവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. യേശുക്രിസ്തുവിന്റെ ഗന്ധമുള്ളവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. യേശുക്രിസ്തുവിനെ അനുഭവിച്ച് അനുഗമിക്കുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. യേശുക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തില് പകർത്തിക്കൊണ്ട് ആ ജീവിതം പ്രഘോഷിക്കുന്നതാണ് അന്ത്യകാല പ്രേക്ഷിതർ.
സ്വന്തം മോഹങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ പോലും ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് യേശു ക്രിസ്തുവിലേക്ക്, ക്രൂശിലേക്ക് തറയ്ക്കുന്നവരാണ്, മാറ്റിവെക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അന്ത്യകാല അഭിഷേകമുള്ള പ്രേക്ഷിതരായി തീരുന്നവർ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. കേൾക്കണം പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയം സ്വന്തമാക്കുന്നവര്, ഈശോയെ ധരിക്കുന്നവര്, ഈശോയുടെ ഗന്ധമുള്ളവര്, ഈശോയെ അനുഭവിക്കുന്നവര്, ഈശോയെ അനുഗമിക്കുന്നവര്, ഈശോയെ പ്രഘോഷിക്കുന്നവര്, യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് കർത്താവിന്റെ സൈന്യനിരയിലെ അംഗമായിട്ട് തീരുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താ അന്ത്യകാല പ്രേക്ഷിതരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത? 4 പ്രത്യേകതകളുണ്ട്. ഒന്ന്, യേശു ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. 2, യേശു ക്രിസ്തു സഹിച്ച പോലെ സഹിക്കാനായിട്ട് മനസ്സ് വെക്കുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. 3, യേശു ക്രിസ്തു ത്യജിച്ച പോലെ തൻ്റെ ജീവിതത്തിന്റെ പലതും ത്യജിക്കാനായിട്ട് തയ്യാറാകുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതര്. 4, യേശു ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനായിട്ട് ധൈര്യം കാണിക്കുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഈശോ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ, ഈശോ ക്ഷമിച്ച പോലെ ക്ഷമിക്കാൻ, ഈശോ സഹിച്ച പോലെ സഹിക്കാൻ, ഈശോ ത്യജിച്ച പോലെ ത്യജിക്കാൻ. ഈ ഒരു കൃപയാ നമുക്ക് ഇന്നത്തെ ദിവസം നേടിയെടുക്കേണ്ട, അല്ലെങ്കിൽ ഓരോ ദിവസവും അന്ത്യകാല പ്രേക്ഷിതരാകാൻ വിളി കിട്ടിയ മക്കൾ നേടിയെടുക്കണ്ടേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാല പ്രേക്ഷിതരുടെ ശ്രേഷ്ഠത എന്താ? പരിശുദ്ധ ബൈബിളിൽ ഞാൻ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച പ്രകാരമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വചനം. ഇവിടെ വചന പ്രകാരം പഠിപ്പിക്കുകയാണ്, ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത് സ്നേഹിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ജനതയാണ് യഥാർത്ഥത്തിൽ അന്ത്യകാല പ്രേക്ഷിത ജനത. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. 3 കാര്യം പ്രിയപ്പെട്ടവരെ കാണുന്നേ. 1, സ്വന്തം ജനം. ആരുടെ? ദൈവത്തിന്റെ. 2, ദൈവം തെരഞ്ഞെടുത്ത ജനം. 3, ദൈവം വിശുദ്ധീകരിച്ച് സ്നേഹിച്ച് മാറ്റിവെച്ച ജനമാണ് അന്ത്യകാല പ്രേക്ഷിതർ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ്ലീഹ ഇതിനെക്കുറിച്ച് ഇപ്രകാരമാണ് കൊരിന്തോസ്കാർക്കുള്ള ലേഖനത്തിൽ പങ്കുവെച്ച് തരിക. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിന്, അല്ലെങ്കിൽ യേശുക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാണ് അന്ത്യകാല പ്രേക്ഷിതർ എന്ന് വെച്ചാൽ കർത്താവിനോട് കൂട്ടയിരിക്കുന്ന മക്കളാണ് അന്ത്യകാല പ്രേക്ഷിതർ. വീണ്ടും പൗലോസ്ലീഹ പറയുന്ന കാര്യം ഇപ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിന്റെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആലയം, പരിശുദ്ധാത്മാവിന്റെ ആലയം എന്ന് വെച്ചാൽ ഈശോയെ വഹിക്കുന്ന മക്കളാണ് അന്ത്യകാല പ്രേക്ഷിതർ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സഖറിയാസ് പ്രവാചകന്റെ പുസ്തകം നോക്കുവാണെങ്കിൽ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയായ ജനതയാണ് അന്ത്യകാല പ്രേക്ഷിതർ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് മേയ്ക്കുന്ന ജനതയാണ് യഥാർത്ഥത്തിൽ അന്ത്യകാല പ്രേക്ഷിതരെന്ന് പറയുന്നത്. വീണ്ടും സങ്കീർത്തന പുസ്തകം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, ദൈവത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഭാഗ്യ ജനതയാ. നോക്കിക്കേ മക്കളെ, ദൈവം തെരഞ്ഞെടുത്ത മക്കൾ, ദൈവം പ്രത്യേകം സ്നേഹിക്കുന്ന മക്കൾ, ദൈവം മാറ്റിവെച്ചിരിക്കുന്ന മക്കൾ, ദൈവത്തിന്റെ ശരീരത്തിൽ, അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരത്തിലെ അവയവമായ മക്കൾ, കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയായ മക്കൾ, കർത്താവിന്റെ ഭാഗ്യപ്പെട്ട ജനത, കർത്താവ് മേയ്ക്കുന്ന ജനത. ഇതാണ് അന്ത്യകാല പ്രേക്ഷിതർ. മക്കളെ, ഈ വിളിയാ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ വിളി കിട്ടിയ മക്കൾ ഈ കർത്താവിനോട് ഒത്തൊരുമിച്ച് നിന്ന്, കർത്താവിനോട് ചേർന്ന് നിന്ന് ചെയ്യേണ്ട കാര്യം എന്താ? ഈ ലോകത്തിൽ സാത്താൻ വെക്കുന്ന സകല ശക്തികളെയും തകർത്തുകൊണ്ട്, സാത്താന്റെ കെണിയിൽ നിന്നും അമ്മ മാതാവിനോട് ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്ത് ഈ ജനത്തെ മുഴുവനും, ദൈവജനത്തെ മുഴുവനും സ്വർഗത്തിൽ എത്തിക്കുക എന്നതാ ഓരോ അന്ത്യകാല പ്രേക്ഷിതരുടെ
കടമ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മളൊക്കെ അന്ത്യകാല പ്രേക്ഷിതരെ കണ്ടുമുട്ടി. കണ്ണു തുറന്ന് നോക്കിയിട്ടുള്ളവർ ടി വിയിലൂടെ കാണാൻ പറ്റും. മറ്റൊന്നുമല്ല, യുക്രൈനിലേക്ക് നോക്കിയാൽ അന്ത്യകാല പ്രേക്ഷിതരായി തിളച്ചു നിൽക്കുന്ന മക്കളെ കാണാൻ പറ്റും. നിങ്ങൾ കണ്ടായിരുന്നോ പ്രിയപ്പെട്ടവരെ? യുദ്ധത്തിന്റെ സമയത്ത് ബോംബുകൾ വന്ന് വീഴുമ്പോഴും ശല്യാക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും അവിടുത്തെ ഒരൊറ്റ ദേവാലയം പോലും പൂട്ടപ്പെട്ടിട്ടില്ല. അവിടെ എല്ലാ ദിവസവും ബലിയുണ്ടായി. അവിടുത്തെ പുരോഹിതന്റെ കരങ്ങളിൽ കാസയും പീലാസയും ഉയർന്നു നിന്നു. ആമേൻ. ആ ദേവാലയത്തിൽ ദൈവജനം മുഴുവനും ഒരുമിച്ച് കൂടി. അവർ റോട്ടിലും മുട്ടുകുത്തിയുന്ന ജപമാല പിടിച്ച് അമ്മ മാതാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവർ ഓരോ കൂടാരത്തിലിരുന്ന് 5 വയസ്സ് പ്രായം തൊട്ടുള്ള മക്കള് പരിശുദ്ധ ബൈബിൾ എടുത്തുകൊണ്ട് 31 സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പട്ടാളക്കാര് പോലും നടുറോട്ടിൽ മുട്ടുനിന്ന് കുത്തിക്കൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് അവർ തന്റെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങൾ ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കൊച്ചു കൊറോണ വന്നപ്പോൾ ദേവാലയങ്ങൾ പൂട്ടപ്പെട്ടു. ജപമാല ഇല്ലാതാകുന്ന അവസ്ഥകള്, കുംഭസാരം ഇല്ലാതാകുന്ന അവസ്ഥകള്, പരിശുദ്ധ കുർബാനയ്ക്ക് വരാൻ പറ്റാത്ത അവസ്ഥകള്, ഓൺലൈനിലേക്ക് കുർബാന മാറ്റിയ അവസ്ഥകള്, പ്രാർത്ഥനാ രീതികൾ പോലും മങ്ങിപ്പോയ അവസ്ഥകള്. എന്നാൽ യുദ്ധത്തിന്റെ മുന്നില്, യുദ്ധത്തിന്റെ നടുവില് ഇതാ മരിക്കാൻ തയ്യാറായിക്കൊണ്ട് മക്കളെ ദേവാലയത്തിലേക്ക് ചെന്നുകൊണ്ട് കുദാസിയെ കെട്ടിപ്പിടിക്കുന്നവര്, കുംഭസാരത്തെ കെട്ടിപ്പിടിക്കുന്നവര്, കുർബാനയെ കെട്ടിപ്പിടിക്കുന്നവര്, ജപമാലയെ കെട്ടിപ്പിടിക്കുന്നവര്, പരിശുദ്ധ ബൈബിളിനെ കെട്ടിപ്പിടിക്കുന്നവര്, ഇവരാണ് മക്കളെ അന്ത്യകാല പ്രേക്ഷിതര്. കേരളത്തിലെ മക്കളെ നമ്മൾ ചൂടുള്ളവരാകണം. നീ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കളെ അതുപോലെ പരിശുദ്ധ കുർബാനയെ കെട്ടിപ്പിടിക്കാനുള്ള ദാഹം നിന്റെ അകത്ത് കയറണം. കുംഭസാരത്തെ കെട്ടിപ്പിടിക്കാനുള്ള ദാഹം കയറണം. ജപമാലയെ കെട്ടിപ്പിടിക്കാനുള്ള ദാഹം കയറണം. പരിശുദ്ധ ബൈബിളിനെ കെട്ടിപ്പിടിക്കാനുള്ള ദാഹം കയറണം. കർത്താവിന് വേണ്ടി യുദ്ധമുഖത്തേക്ക് ഇറങ്ങിക്കൊണ്ട് സാത്താന്റെ സൈന്യ നിരയെ തകർക്കാനുള്ള ശക്തി സ്വീകരിച്ച് ഇറങ്ങാൻ തയ്യാറാകണം. അതാണ് അന്ത്യകാല പ്രേക്ഷിതരുടെ വിളി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് മുടരണം മക്കളെ. ഇതാ ഉണരേണ്ട സമയമാ, കൃപ സ്വീകരിക്കേണ്ട സമയമാ, കത്തിപ്പടരേണ്ട സമയമാ. ഇതാ കൃപ പകരപ്പെടുക. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ജനത ഈ പ്രകാരം പ്രാർത്ഥിച്ചെങ്കിൽ ഇതാ കേരളത്തിലെ മക്കള് ഇതിൽ പങ്കുചേർന്ന് സ്ഥിരം പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന മക്കളെ, നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിച്ചാൽ നിങ്ങളിലേക്ക് ഈ അഭിഷേകം, ഈ കത്തിപ്പടരുന്ന അഭിഷേകം, ഈ ജ്വലിക്കുന്ന അഭിഷേകം ഇപ്പോൾ പെയ്തിറങ്ങും. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച മക്കളെ, 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് അവിടെയുള്ള മക്കൾ പ്രാർത്ഥിച്ച പോലെ, അവിടെയുള്ള മക്കൾ കത്തിപ്പടർന്ന പോലെ, അവിടെയുള്ള മക്കൾ ജ്വലിച്ച പോലെ നമുക്ക് ഈ നിമിഷം ഓ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങ, ജ്വലിപ്പിക്കണമേ, കത്തിപ്പടരണമേ, ഉണർത്തണമേ. ലോക ജനതയെ, സമൂഹത്തെ, ക്രൈസ്തവ ജനതയെ ഈ നിമിഷം ഉണർത്തണമേ, ജ്വലിപ്പിക്കണമേ. ആഗ്രഹത്തോടെ വിളിക്കട്ടെ യേശുവേ. ഓ പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ഈശോ, ഈശോ. പവർ, പവർ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. തിരുഹിതമെന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. തിരുഹിതമെന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ചൊരിയണമേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി,
ആരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, ആരയോളം പോരാ ശക്തി, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ചൊരിയണമേ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒറ്റ വിളി ആത്മാവേ, അഭിഷേകം ചെയ്യണമേ, കത്തിപ്പടരണമേ, പകരപ്പെടണമേ, അഭിഷേക ശക്തി. ഹല 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 ഹല. ശക്തിയോടെ കരമടിച്ച മക്കളെ ഉണർവോടെ പ്രാർത്ഥിച്ച് ദൈവമക്കൾ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉണർവോടുകൂടി ആത്മാവിന്റെ പുതിയൊരു അഭിഷേകം, കത്തിപ്പടരുന്ന അഭിഷേകം, ജ്വലിക്കുന്ന ഒരു അഭിഷേകം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. തിരുഹിതമെന്നിൽ നിറവേറുവാ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. തിരുഹിതമെന്നിൽ നിറവേറുവാ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. ഒട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, ഒട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, നീണ്ടിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ചൊരിയണമേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ചൊരിയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ഹല്ലേലൂ ഹല്ലേലൂ ഹല്ലേലൂയാ, ഹല്ലേലൂ ഹല്ലേലൂ ഹല്ലേലൂയാ, ഹല്ലേലൂ ഹല്ലേലൂ ഹല്ലേലൂയാ, ഹല്ലേലൂ ഹല്ലേലൂ ഹല്ലേലൂയാ, ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. അഭിഷേകം ചെയ്യണമേ, പുതിയൊരു അഭിഷേകം നൽകണമേ. ഓരോ ദൈവമക്കളും ഈശോയെ അനുഭവിക്കാൻ, ഈശോയെ അനുകരിക്കാൻ, ഈശോയുടെ ഹൃദയം സ്വന്തമാക്കാൻ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക. ശുശ്രൂഷയെ മുഴുവനും അമ്മയ്ക്ക് ഞങ്ങൾ അടിമ വയ്ക്കുക. അന്ത്യകാല പ്രേക്ഷിതയായ, അന്ത്യകാല സൈന്യനിരയുടെ സൈന്യാധിപയായ അമ്മ മാതാവേ, ഈ നിമിഷം ഞങ്ങൾക്കായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. മക്കളെ, നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച്, ഈ ശുശ്രൂഷയെ മുഴുവനും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് അമ്മ മാതാവ് ഏറ്റെടുക്കട്ടെ. അമ്മ തന്നെ നീലക്കാപ്പ കൊണ്ട് പൊതിയട്ടെ, അമ്മയുടെ രക്തക്കണ്ണീര് കൊണ്ട് പൊതിഞ്ഞു പിടിക്കട്ടെ, അമ്മയുടെ 7 വ്യാകുലം കൊണ്ട് പൊതിഞ്ഞു പിടിക്കട്ടെ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകല്ലേ, ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകല്ലേ. അമ്മേ ഏറ്റെടുക്കണമേ, അമ്മേ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട്, നമ്മളെ തന്നെ സമർപ്പണം നടത്തിക്കൊണ്ട്, ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് സകല മക്കളും ആഗ്രഹത്തോടെ ഒന്ന് വിളിച്ചു പാടി പ്രാർത്ഥിച്ചേ. ആവേ മരിയ, 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 ആവേ മരിയ. പരിശുദ്ധ അമ്മ
മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മേ ഞങ്ങൾക്കായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ശാന്തരായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, അന്തികാല പ്രേക്ഷിത ശുശ്രൂഷയുടെ 33ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം എളിമയിലും ദാരിദ്ര്യത്തിലും ദൈവത്തെ മാത്രം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ജനതയാണ് യഥാർത്ഥത്തിൽ അന്ത്യകാല പ്രേക്ഷിതർ എന്നുള്ള വിഷയം നമ്മൾ കാണുകയാണ്. ഇവിടെ 2 കാര്യങ്ങളാ പറഞ്ഞു വെക്കണേ. എങ്ങനെയാണ് എളിമയിലൂടെ ദൈവത്തെ സ്വന്തമാക്കുന്നത്? എങ്ങനെയാണ് ദാരിദ്ര്യത്തിലൂടെ ദൈവത്തെ സ്വന്തമാക്കുന്നേ, ആഗ്രഹിക്കേണ്ടേ, അല്ലെങ്കിൽ ദൈവത്തെ ചേർന്ന് ജീവിക്കേണ്ടത് എങ്ങനെ? ഇവിടെ ഈ 2 കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കി ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് ഇന്ന് നമ്മൾ പരിശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, എളിമയിലൂടെ ദൈവത്തെ അനുഗമിച്ച് ദൈവത്തെ സ്വന്തമാക്കി ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഗണമായി മാറുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്: വിശുദ്ധിയുടെ അടയാളമാണ് എളിമയും വിനയവും. തിരിച്ചറിയണം, വിശുദ്ധിയുള്ള വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അടയാളമാണ് എളിമ പ്ലസ് വിനയം. എളിമയുടെ പ്രകടന ഭാവമാണ് യഥാർത്ഥത്തിൽ ലാളിത്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതു വ്യക്തിയിലാണ് പിതാവായ ദൈവം ഏറ്റവും കൂടുതൽ പ്രസാദിക്കുന്നത് അല്ലെങ്കിൽ കടാക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഏതു വ്യക്തിയിലാണോ ഏറ്റവും കൂടുതൽ എളിമയുള്ള വിനയമുള്ള ആ വ്യക്തിയിലാണ് പിതാവായ ദൈവം ഏറ്റവും കൂടുതൽ കടാക്ഷിക്കുന്നത് അല്ലെങ്കിൽ പ്രസാദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നേ. അമ്മ മാതാവിൽ എന്തുകൊണ്ട് ദൈവം പ്രസാദിച്ചു? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമ്മയില് എളിമ എന്ന പുണ്യവും വിനയം എന്ന പുണ്യവും ഏറ്റവും ശക്തമായിട്ട് നിറഞ്ഞു നിന്നു. അതുകൊണ്ട് പിതാവായ ദൈവം അമ്മ മാതാവിൽ പ്രസാദിച്ചു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ കുറിച്ച് ഇപ്രകാരം പറയുന്നേ: അമ്മ മാതാവിന്റെ സമ്പന്നത ഏതാണെന്ന് ചോദിച്ചാൽ അമ്മയുടെ എളിമയും വിനയവും മാത്രമാണ്. അതുകൊണ്ടാണ് ലയോ 13-ാം മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: എളിയ പട്ടണത്തില്, ഒരു എളിയ കുടുംബത്തില് ആരാലും അറിയപ്പെടാതെ അജ്ഞാതയായിട്ട് പരിശുദ്ധ മറിയം ജീവിച്ചു എന്നുള്ള സത്യം. ലയോ 13-ാം മാർപ്പാപ്പ ഇപ്രകാരം കൂടി ചേർത്ത് വെക്കുന്നു: അവൾ തന്റെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലും തന്റെ രഹസ്യ ജീവിതത്തിലും എപ്പോഴും സംതൃപ്തിയായിരുന്നു. അവർ അതിനെ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട പരിശുദ്ധ അമ്മ മാതാവ് എപ്രകാരമാണ് എളിമയിലൂടെ ദൈവത്തെ അനുഗമിച്ചത്, അപ്രകാരം നമ്മളും അനുഗമിക്കാനായിട്ട് പരിശ്രമിക്കുക. അമ്മ മാതാവ് ആദ്യം ചെയ്ത കാര്യം, തൻ്റെ ജീവിതത്തിന്റെ ദാരിദ്ര്യ അവസ്ഥയിലും തൻ്റെ ജീവിതത്തിന്റെ രഹസ്യ ജീവിത അവസ്ഥയിലും ഒരിക്കൽ പോലും പഴി പറയാതെ, കുറ്റപ്പെടുത്താതെ, വിധിക്കാതെ, മറ്റേതെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങൾ നടത്താതെ പരിശുദ്ധി അമ്മ മാതാവ് ചെയ്ത കാര്യം, അത് സംതൃപ്തിയോടെ സ്വീകരിച്ചു. അവൾ അതിൽ സംതൃപ്തി കണ്ടെത്തി എന്നതാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നവും ഇത് തന്നെയാണ് മക്കളെ. മനുഷ്യൻ ഒരിക്കലും തൃപ്തിയില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുക. എന്തുമാത്രം പണം കിട്ടിയാലും തൃപ്തനല്ല, എന്തുമാത്രം സ്വത്തുണ്ടെങ്കിലും തൃപ്തനല്ല, എത്ര നല്ല വീടുണ്ടെങ്കിലും തൃപ്തനല്ല, എന്തുമാത്രം ജോലി ഉണ്ടെങ്കിലും തൃപ്തനല്ല, എത്രമാത്രം കുടുംബത്തിലെ നല്ല ജീവിത പങ്കാളിയും മക്കളുണ്ടെങ്കിലും തൃപ്തനല്ല.
എന്തുമാത്രം ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും തൃപ്തനല്ല. ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകാൻ പറ്റിയാലും തൃപ്തനല്ല. മക്കളെ, ജീവിതത്തിൽ എന്തൊക്കെ മേടിച്ചു കൂട്ടാൻ പറ്റുമോ, എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ, എന്തൊക്കെ സമ്പാദിക്കാൻ പറ്റുമോ, ഇതൊക്കെ ചെയ്തിട്ടും ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ദൈവമക്കൾക്ക് തൃപ്തി കിട്ടുന്നില്ല. പരിശുദ്ധ അമ്മ ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന കാര്യം ഇത് തന്നെയാണ്. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എളിമ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളായിരിക്കുന്ന അവസ്ഥ. അത് ദാരിദ്ര്യമാകാം, പട്ടിണിയാകാം, വേദനകളാകാം, വിഷമങ്ങളാകാം, രോഗപീഠകളാകാം, തകർച്ചകളാകാം, സമ്പത്താകാം, എന്തുണ്ടായിക്കോട്ടെ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ, ആ അവസ്ഥയിൽ നിനക്കൊന്ന് സംതൃപ്തി കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടോ? വേദനിക്കുന്ന അവസ്ഥയിലും സംതൃപ്തി കണ്ടെത്താൻ, രോഗപീഠയിലെ അവസ്ഥയിലും സംതൃപ്തി കണ്ടെത്താൻ, നിന്റെ തകർച്ചയുടെ നിമിഷങ്ങളിലും അതിൽ സംതൃപ്തി കണ്ടെത്താൻ, നീ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിൽ സംതൃപ്തി കണ്ടെത്താനായിട്ട് പറ്റുക എന്നതാണ് മക്കളെ ജീവിതത്തിൽ എളിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഭാവം എന്ന് പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് തന്നെ കടന്നു ചെന്നേ. പരിശുദ്ധ അമ്മ മാതാവും യവസേ പിതാവും പ്രിയപ്പെട്ടവരെ ബെത്ലഹേമിലേക്ക് പേരെഴുതിപ്പിക്കാനായിട്ട് പോകുക. ഈ പോകുന്ന വഴിക്കാണ് പരിശുദ്ധ അമ്മ മാതാവിന് പ്രസവ വേദന ഉണ്ടാകുക. തന്റെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ പ്രസവിക്കണം. പ്രിയപ്പെട്ടവരെ, അവർ പലയിടത്തോടെയും തപ്പി നടന്നു. ഒരു സത്രം കിട്ടാനായിട്ട്, ഇല്ലെങ്കിൽ ഒരു സ്ഥലം കിട്ടാനായിട്ട്, ഒരു വീട് കിട്ടാനായിട്ട് അവർ ഒത്തിരിയേറെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് തന്റെ കുഞ്ഞിനെ ഒന്ന് പ്രസവിക്കാനായിട്ട് ഒരു സ്ഥലം കിട്ടാതെ വേദനിച്ച് നറങ്ങലിച്ച് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെയാ യവസേ പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും എളിമ നമ്മൾ കണ്ടെത്തണ്ടേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പരിശുദ്ധ അമ്മയില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സമയം, ദൈവത്തിന്റെ കൃപ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സമയം, ദൈവദൂതൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം, യവസേ പിതാവിന്റെ ജീവിതത്തിൽ സ്വപ്നത്തിൽ കർത്താവ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന സമയം, ദൈവത്തിന്റെ ദൂതന്റെ മുന്നറിയിപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവവുമായിട്ട് അത്രമാത്രം ബന്ധമുണ്ടായിരുന്ന സമയത്തും അവരുടെ ജീവിതത്തിൽ തന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനൊന്ന് പ്രസവിക്കാനായിട്ട് ഒരു സ്ഥലം ഇല്ലാതെ വന്നപ്പോൾ അവർ അവിടെ നിന്നുകൊണ്ട് സ്തുതിക്കാനല്ല പോയേ, അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനല്ല പോയേ, അവിടെ നിന്നുകൊണ്ട് ദർശനം എടുക്കാനല്ല പോയേ, അവിടെ നിന്നുകൊണ്ട് മാലാഖമാർ ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നോക്കി നിൽക്കുകയല്ല ചെയ്തേ. മറിച്ച് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവരെന്താണോ ചെയ്യുന്നത് അപ്രകാരം തന്നെ ചെയ്യാനായിട്ട് മനസ്സ് കാണിച്ചു. അതിന്റെ ഫലമായിട്ട് അവർക്ക് അവസാനം കിട്ടിയത് ഒരു കാലിത്തൊഴുത്ത്. ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. വേണമെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അവർക്ക് മെസ്സേജ്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഓരോ ദൈവമക്കളും ചെയ്യുന്ന പോലെ മെസ്സേജ്, ദർശനത്തിന് വേണ്ടി, മാലാഖ ഇടപെടാൻ വേണ്ടി, ഇതിനൊക്കെ വേണ്ടി നോക്കാമായിരുന്നു. പക്ഷേ അതിലേക്കല്ല അവർ മുന്നോട്ട് പോയത്. മറിച്ച് സാധാരണ മനുഷ്യൻ എന്താണോ ചെയ്തത് അത് ചെയ്തു എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, തനിക്ക് കിട്ടുന്നത് എന്താണോ അതിൽ സംതൃപ്തി കണ്ടെത്താൻ നോക്കിയവളാ പരിശുദ്ധ അമ്മ. നിങ്ങൾ ചിന്തിച്ച, കാലിത്തൊഴുത്തിൽ പോയി പ്രസവിക്കേണ്ടി വന്നപ്പോഴും അവളുടെ മുഖം മാറിയില്ല, അവളൊരു കുറ്റപ്പെടുത്തൽ നടത്തിയില്ല, അവർ അതിനു വേണ്ടി പിറുപിറുത്തില്ല, അതിന് മറ്റാരെയും പടി പറയാനായിട്ട് പോയില്ല. അത് സ്നേഹത്തോടെ സ്വീകരിച്ച്, അത് ദൈവത്തിൽ നിന്ന് സ്വന്തമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതെന്റെ നന്മയ്ക്ക്, അത് ഈ ലോകത്തിന്റെ നന്മയ്ക്ക്, അത് സ്വർഗത്തിൽ എനിക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായിട്ട് അവൾ കാണുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയിൽ നിന്നും നമ്മളും സ്വന്തമാക്കേണ്ട എളിമ എന്ന പുണ്യത്തിന്റെ ഒരു ഭാവം. എന്ന് വെച്ചാൽ ഇവിടെ അമ്മ 3 കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, മക്കളെ, ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ദർശനക്കാരെ ആശ്രയിക്കാനല്ല ഓടേണ്ടത്. അച്ഛൻ ഈ പറയുന്നത് കൊണ്ട് ആരും വിഷമം വിചാരിച്ചേക്ക്. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തില് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കാണും, ഒത്തിരിയേറെ തടസ്സങ്ങൾ കാണും, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ കാണും. ഇന്ന് പല ദൈവമക്കളും ചെയ്യുന്ന കാര്യം എന്താ? അമിതമായിട്ട് ദർശനം കിട്ടുന്ന വ്യക്തിയെ ആശ്രയിക്കാനായിട്ട് പരക്കം പായുക. അവിടെ ചെന്നിട്ട് പറയുന്ന കാര്യം എന്താ? എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം, എന്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നം, എന്റെ ജീവിതത്തിൽ ഇന്ന തടസ്സങ്ങള്, എന്റെ ജീവിതത്തിൽ ഇന്ന രോഗങ്ങള്, ഇത് എന്തുകൊണ്ടാണ് വന്നത്? ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ. ചിലവര് പറയും, ഇനി ഭാവിയിൽ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കാനിരിക്കുന്നത്, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ.
അമിതമായിട്ട് പ്രിയപ്പെട്ട മക്കളെ, ദർശനക്കാരെ ആശ്രയിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ അമ്മ മാതാവ് പറയുക, കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ നീ സ്വർഗത്തിൽ എത്തിച്ചേരാൻ, നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് ദൈവം അനുവദിച്ചു തരുന്ന ചില മേഖലകളുണ്ട്. അത് ദൈവത്തിൽ നിന്ന് 2 കരവും നീട്ടി നീ സ്വീകരിച്ച് അതിൽ സംതൃപ്തി അടയുമ്പോഴാണ് നിന്റെ ജീവിതം സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായിട്ട് തീരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അമ്മ മാതാവ് പറഞ്ഞു തരുന്ന കാര്യം ഇതാ പ്രിയപ്പെട്ടവരെ, ദൈവിക വരങ്ങൾ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയുള്ളതല്ല. ശ്രദ്ധിക്കണമേ, ദൈവിക വരങ്ങള് നിന്റെ ജീവിതം എളുപ്പമാക്കാനുള്ള കാര്യത്തിന് വേണ്ടിയുള്ളതല്ല. 2, നിനക്ക് കിട്ടിയിരിക്കുന്ന ദൈവിക കൃപകള് നിന്റെ അധ്വാനത്തിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയുള്ളതല്ല. നിന്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ചില കുരിശുകള് അതിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയുള്ളതല്ല. ദൈവിക കൃപകൾ പരിശുദ്ധ അമ്മ മാതാവ് നമ്മളെ പഠിപ്പിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്, തകർച്ചയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്, ബുദ്ധിമുട്ടിലൂടെ, സങ്കടത്തിലൂടെ, സഹനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന മക്കളുണ്ട്. പക്ഷേ ഇതായിരിക്കുന്ന അവസ്ഥയിൽ, നീ ഏതവസ്ഥയിലാണോ അതായിരിക്കുന്ന അവസ്ഥയിൽ നീ ഒന്ന് സ്വന്തമാക്കാനായിട്ട്, ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് നീ ഒന്ന് പരിശ്രമിച്ചേ. അപ്രകാരം സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്വർഗത്തിന്റെ സ്റ്റെപ്പിൽ ചവിട്ടി കയറാൻ തുടങ്ങിയേക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈ കാലഘട്ടത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, അധ്വാനിക്കാതെ ഭക്ഷിക്കാൻ, അധ്വാനിക്കാതെ പണം ഉണ്ടാക്കാൻ നോക്കുന്ന കാലഘട്ടം. ചിന്തിച്ച് നോക്കിക്കേ, പല മക്കളും ഇന്ന് ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഓരോ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ധ്യാനം തുടങ്ങുന്ന ദിവസം തന്നെ ആരംഭത്തിൽ വന്ന ആളുകൾ ചോദിക്കാൻ തുടങ്ങുന്ന, ഇവിടെ ഏറ്റവും കൂടുതൽ ദർശനം കിട്ടുന്ന ബ്രദർ ആരാ? പിന്നെ ആ വ്യക്തികൾക്ക് ആ ബ്രദറിനെ ഒന്ന് കണ്ടാ മതി, അവിടെ പോയിട്ട് ഭാവിയെ കുറിച്ചൊന്ന് അറിഞ്ഞാ മതി, തന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തെ കുറിച്ചൊന്ന് അറിഞ്ഞാ മതി. പിന്നെ മുന്നോട്ടുള്ള ധ്യാനത്തിൽ പങ്കുചേരാനായിട്ട് വലിയ താല്പര്യമില്ല. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു 1 ഡേ ശുശ്രൂഷ നടക്കുക. ആദ്യം ജപമാല പ്രാർത്ഥനയുണ്ട്, പിന്നെ കുരിശിന്റെ വഴി പ്രാർത്ഥനയുണ്ട്, പിന്നെ പരിശുദ്ധ വചന ശുശ്രൂഷയുണ്ട്, പരിശുദ്ധ ബലിയർപ്പണമുണ്ട്, ആരാധനയുണ്ട്. പ്രിയപ്പെട്ടവരെ, ജനം ഒത്തിരിയേറെ വരുന്നത് കാണാൻ പറ്റും. പക്ഷേ ഈ ധ്യാന ഹാളിൽ ആളുകൾ വളരെ കുറവാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ട ഒരു കാഴ്ച, അവിടെ കൗൺസിലിംഗ് ശുശ്രൂഷ നടക്കുന്നുണ്ട്. ജനം വരും, കൗൺസിലിംഗ് നടത്തും. ഈ ധ്യാന ഹാളിൽ കയറി പരിശുദ്ധ ബലിയർപ്പിക്കാനോ, പരിശുദ്ധ ജപമാലയിൽ പങ്കുചേരാനോ, പരിശുദ്ധ വചന ശുശ്രൂഷയിൽ പങ്കുചേരാനോ, പരിശുദ്ധ ആരാധനയിൽ പങ്കുചേരാനോ റെഡിയല്ല. മറിച്ച് അവർക്ക് ഭാവി അറിഞ്ഞു, അവരുടെ പ്രശ്നത്തിന് കാരണം അറിഞ്ഞു, അവർ തിരിച്ചു പോകുക. അമിതമായിട്ട് ദൈവവരങ്ങളെ ഇപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, അച്ഛൻ ഇങ്ങനെ പറയുന്നുകൊണ്ട് വിഷമം വിചാരിക്കരുത്, തെറ്റാ മക്കളെ. പരിശുദ്ധ കുർബാനയിലേക്ക് ദൈവജനം വരാതെ, പരിശുദ്ധ കുംഭസാരത്തിലേക്ക് നീ അവരെ ആനയിക്കാതെ, പരിശുദ്ധമായ വചന ശുശ്രൂഷയിലേക്ക് അവരെ ആനയിക്കാതെ, മാനസാന്തരത്തിലേക്ക് അവരെ കൊണ്ടുവരാതെ, അവരുടെ പ്രശ്നം, ഭൗതിക പ്രശ്നം മാറ്റിക്കൊടുക്കുന്ന ഒരു ശുശ്രൂഷകനായി നീ മാറിയിട്ടുണ്ടെങ്കിൽ കർത്താവ് നിനക്കത് അനുവദിച്ചിട്ടില്ല മക്കളെ. പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ചിന്തിച്ചു നോക്കിക്കേ മക്കളെ, കുരിശുകൾ മാറാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കുരിശ് വരുമ്പോൾ അത് ജീവിതത്തിലെ ജീവിത പങ്കാളിയുടെ മദ്യപാനമാകാം, മക്കളുടെ ചില തോന്നിവാസങ്ങളാകാം, ചില തകർച്ചകളാകാം, ചില കടബാധ്യതകളാകാം, ചില രോഗപീഠകളാകാം. മക്കളെ, എല്ലാ കുടുംബത്തിലും എല്ലാ വ്യക്തികൾക്കും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള ചില സഹനങ്ങൾ, ചില കുരിശുകള്. ഇത് മാറ്റിക്കിട്ടാനായിട്ടല്ല മക്കളെ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട, മറിച്ച് ആ കുരിശ് ചുമക്കാനുള്ള ശക്തി കിട്ടാൻ ഇതിനു വേണ്ടി പോകുന്ന എത്ര പേര്. അമ്മ മാതാവ് നൽകിയിരിക്കുന്ന എളിമയെന്ന പുണ്യത്തിന്റെ ഭാവം എന്ന് പറയുന്ന ഇതാ മക്കളെ, തൻ്റെ ജീവിതത്തിൽ എല്ലാം മാറ്റാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് വരമുണ്ടായിരുന്നു, കൃപയുണ്ടായിരുന്നു. പക്ഷേ അമ്മ അത് മാറ്റിയെടുത്ത് സന്തോഷത്തോടെ സുഖത്തോടു കൂടി ജീവിക്കാനല്ല നോക്കിയ, മറിച്ച് ദൈവം തൻ്റെ ജീവിതത്തിൽ തരുന്ന കാര്യങ്ങൾ മുഴുവനും സ്നേഹത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് അത് അനുഭവിച്ച് ജീവിക്കാൻ
അത് നമ്മളെ സ്വർഗത്തിൽ എത്തിച്ചേർക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്ന് കുടുംബജീവിതം നയിക്കുന്നവർ നോക്കിക്കേ, പ്രത്യേകിച്ച് പുതിയ തലമുറ കല്യാണം കഴിഞ്ഞു പുതിയ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ജീവിത പങ്കാളിയെ കിട്ടാതെ വരുമ്പോൾ, പെരുമാറ്റങ്ങൾ പലതും മാറിപ്പോകുന്ന കണ്ടപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഡിവോഴ്സിലേക്ക് പോവുക, ആത്മഹത്യയിലെ ചെയ്യാനായിട്ട് പോകുക. നമ്മുടെയൊക്കെ കുടുംബത്തിലെ പണ്ടത്തെ അമ്മമാരുടെ ജീവിതം നോക്ക്. പകൽ അധ്വാനിച്ചിട്ട് വൈകുന്നേരം അത്താഴം കഴിക്കാൻ ഇല്ലാഞ്ഞിട്ട് വെറും കഞ്ഞിവെള്ളം മാത്രം കുടിച്ചിട്ട് പോയി ജപമാല ചൊല്ലി കിടക്കുന്ന ഒരമ്മയുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ അവർ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അവർ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം അവരെ നയിക്കുന്നത്, അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവമാണെന്നും അവരെ അവസാനം സ്വർഗത്തിലെത്തിക്കുമെന്ന് അവർക്ക് ഉറപ്പായ ബോധ്യമുണ്ടായിരുന്നു. ഇന്നത്തെ മക്കൾക്കോ ഈ ബോധ്യം നഷ്ടപ്പെട്ടേക്കോ, സഹിക്കാനുള്ള താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് തന്നെയല്ലേ മക്കളെ അമ്മ മാതാവിന്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. 12ാമത്തെ വയസ്സിലെ യേശുക്രിസ്തുവിനെ ദേവാലയത്തിൽ കാണാതാകുക. നിങ്ങൾ വീണ്ടും പരിശോധിച്ച് നോക്ക്. യാത്ര മുന്നോട്ട് നീങ്ങിയപ്പോൾ മക്കളെ ഈ കാണുന്ന യവസേ പിതാവും പരിശുദ്ധ അമ്മയും തന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുക. ചാർച്ചക്കാരോട് ചോദിക്കുന്നു, എന്റെ മകനെ കണ്ടോ? അവര് പറഞ്ഞു ഇല്ല. അവിടെയുള്ള യാത്രക്കാരോട് ചോദിച്ചു, എന്റെ മകനെ കണ്ടോ? അവര് പറഞ്ഞു ഇല്ല. പ്രിയപ്പെട്ടവരെ, പല ദിവസങ്ങൾ കഴിഞ്ഞ് അവസാനം ദേവാലയത്തിൽ വെച്ച ഈ യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നേ. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. വേണമെങ്കിൽ ആ വഴിയിൽ വെച്ച് തന്നെ പരിശുദ്ധ അമ്മയ്ക്കും യവസേ പിതാവിന് നിന്നുകൊണ്ട് തനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവകൃപ, ദൈവവരം, ആ അഭിഷേകം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, കർത്താവ് വെളിപ്പെടുത്തട്ടെ, കർത്താവ് മാലാഖയെ അയച്ച് പറഞ്ഞു തരട്ടെ, ഞങ്ങൾ ഇവിടെ നിൽക്കുക, ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഇതാണോ മക്കളെ ചെയ്ത? അല്ല. തന്റെ ജീവിതത്തിൽ ദൈവം വിളമ്പിത്തരുന്ന സഹനമാകട്ടെ, തന്റെ വേദനകളാകട്ടെ, തന്റെ വിഷമങ്ങളാകട്ടെ, അത് ദൈവത്തിന്റെ കരത്തിൽ നിന്ന് സ്നേഹത്തോടെ സ്വീകരിച്ച് സാധാരണ മനുഷ്യൻ ചെയ്യേണ്ട പോലെ ചെയ്ത് അത് തമ്പുരാന്റെ സന്നിധിയിലേക്ക് നടന്നു. അതാണ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കോമണി പടി. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് മക്കളെ പരിശുദ്ധ അമ്മയുടെ എളിമ എന്നുള്ള ഭാവം. വീണ്ടും പരിശുദ്ധ അമ്മയെ കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ അമ്മ മാതാവ് നമുക്ക് നൽകുന്ന എളിമയുടെ മറ്റൊരു ഭാവമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക കൃപകളും ദൈവിക വരങ്ങളും മുഴുവനും നിറഞ്ഞു നിൽക്കുക. പക്ഷെ നിങ്ങൾ ബൈബിള് വായിച്ചു നോക്കിക്കേ മക്കളെ, പരിശുദ്ധ അമ്മ എവിടെയെങ്കിലും ഒരു ചെറിയ അത്ഭുതം പോലും ചെയ്യുന്നത് കാണുന്നുണ്ടോ? ഇല്ല. വേണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ തന്റെ പുത്രന്റെ ദൈവത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അനേകം അത്ഭുതങ്ങൾ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്രകാരം ചെയ്താൽ പരിശുദ്ധ അമ്മ മാതാവിന് കിട്ടുന്ന ഗുണം എന്താ? ജനപ്രീതി നേടിയെടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവർ, ജനം നൽകുന്ന ബഹുമാനം നേടിയെടുക്കാൻ പറ്റും, ജനം നൽകുന്ന ആദരവ് നേടിയെടുക്കാൻ പറ്റും, ജനം നൽകുന്ന മഹത്വം സ്വീകരിക്കാൻ പറ്റും. പക്ഷെ പരിശുദ്ധ അമ്മ അതൊന്ന് ചിന്തിക്കുക പോലും, അതിനുവേണ്ടി ഒന്ന് മെനക്കെടുക്കുക പോലും, അതിനുവേണ്ടി ഒന്ന് പ്രയത്നിക്കുക പോലും ചെയ്തില്ല. മറിച്ച് പരിശുദ്ധ അമ്മ ഏറ്റവും സൈലന്റായി മറ്റാരാലും അറിയപ്പെടാതെ എപ്പോഴും ജീവിക്കാൻ പരിശ്രമിച്ചു. ഇവിടെ അമ്മ മാതാവ് നമുക്ക് തരുന്ന ഒരു കാര്യമുണ്ട് മക്കളെ. അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടല്ല ജീവിത പ്രശ്നങ്ങളെ നേരിടേണ്ടത്, മറിച്ച് കുരിശു വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഇന്ന് പരിശോധിച്ച് നോക്കണം, മനുഷ്യൻ ഇന്ന് പറക്കം പായുന്നുണ്ട് ധ്യാന കേന്ദ്രങ്ങളിലേക്കും. പ്രത്യേകിച്ച് എവിടെയൊക്കെയാണോ അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലം അങ്ങോട്ടേക്ക് ഓടുക. പ്രിയപ്പെട്ടവരെ, അത്ഭുതം നടക്കണ്ട എന്നല്ല, അത്ഭുതം വേണം. കർത്താവ് ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങളൊക്കെ നടന്നോട്ടെ. പക്ഷേ മനുഷ്യന്റെ ജീവിതത്തില് മാനസാന്തരം വരാതെ, അവനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് നോക്കാതെ, അവന് നിത്യജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താനായിട്ട് നോക്കാതെ, ഭൗതിക മേഖല ശരിയാക്കാനായിട്ട് മക്കളെ അത്ഭുതം നടത്തി അവന് മാനസാന്തരമില്ലാതെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് തെറ്റാ. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത്ഭുതത്തിന് വേണ്ടി അല്ല മനുഷ്യൻ പോകണ്ട, മറിച്ച് നിന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നമാകട്ടെ ആ പ്രശ്നങ്ങളെ കുരിശുപയോഗിച്ചുകൊണ്ട് കുരിശിന്റെ മാർഗത്തിലൂടെ അതിനെ പരിഹരിക്കാനായിട്ടൊന്ന് നോക്കിക്കേ. ഇതിനു വേണ്ടി ശക്തി സ്വീകരിക്കാനായിട്ട് ധ്യാന കേന്ദ്രങ്ങളിലേക്കും ദർശനമുള്ള ദൈവമക്കളുടെ അടുത്തേക്കും പോകുന്ന എത്ര പേര്?
പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഇതിന്റെ ഫലമായിട്ട് മനുഷ്യന്റെ ഇപ്രകാരമുള്ള ചില ആത്മീയത പൊങ്ങി വന്നതിന്റെ ഫലമായിട്ട് ഇന്ന് കേരളമാകട്ടെ, കേരളത്തിലാകട്ടെ, പുറത്താകട്ടെ അനേകം സിദ്ധന്മാര് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അനേകം ദൈവമക്കള് പലപ്പോഴും എന്ന് പറയുന്ന ചില വേദനയുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് വരും. അവര് വന്നിട്ട് പറയും ഇന്നതാണ് പ്രശ്നം, അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് കുഴിക്ക്, അത് അവിടെ നിന്ന് എന്തൊക്കെ എടുക്കുന്നു, അതിനുശേഷം അവര് പൈസ മേടിച്ചു കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വഞ്ചിതരാകരുത് നിങ്ങൾ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടല്ല നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കേണ്ട, മറിച്ച് നിന്റെ കയ്യിലേക്ക് കർത്താവ് ഒരു കുരിശ് തന്നിട്ടുണ്ടെങ്കിൽ ആ കുരിശ് സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുമുറിവിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നീ പ്രാർത്ഥിച്ച് അത് സ്വീകരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ എടുത്തു മാറ്റി തന്നോളുന്നേ. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും പരിശുദ്ധ ബൈബിളിലേക്ക് കടന്നു വന്നേ. ജെറുസലേമിലേക്കുള്ള രാജകീയമായ യാത്രാ പ്രവേശനം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. യേശുക്രിസ്തുവിന്റെ രാജകീയമായ പ്രവേശനം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പക്ഷെ ആ കൂടെ പരിശുദ്ധ അമ്മ മാതാവ് പോകുന്ന കാണുന്നില്ല. പരിശുദ്ധ അമ്മ മാതാവ് ഈ യേശുവിന്റെ കൂടെ അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് കിട്ടിയാനെ? ജനപ്രീതി കിട്ടിയാനെ, ബഹുമാനം കിട്ടിയാനെ, ആദരവ് കിട്ടിയാനെ, അതിനേക്കാൾ ഉപരി മഹത്വം കിട്ടിയാനെ. പക്ഷെ പരിശുദ്ധ അമ്മ നസ്രത്തിലെ തൻ്റെ കൊച്ചു വീട്ടില് അവൾ ശാന്തതയിൽ ആരും അറിയാതെ ജീവിക്കുക. ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ മക്കളെ വേദനിക്കരുത്. നമുക്കെല്ലാവർക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്താ? പേരെടുക്കണം. മനുഷ്യൻ അതിനു വേണ്ടിയാ പരക്കം പായുന്നേ. ഒരു കൊറോണ വന്നപ്പോഴേക്കും യൂട്യൂബ് മുഴുവനും ഓരോ ചാനലാകിട്ട് മാറാൻ തുടങ്ങി. ചെറിയ കഴിവുണ്ടെങ്കിൽ പോലും അത് പ്രദർശിപ്പിക്കാനായിട്ട്, പുറത്തു കൊണ്ടുവരാനായിട്ട് മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാ. മാധ്യമ മേഖലയില് തന്റെ പേരും ഫോട്ടോയും ഒന്ന് വരാൻ വേണ്ടി കൊതിക്കുന്ന മക്കള്, ഫ്ലെക്സില് തന്റെ പേരും ഫോട്ടോയും ഒന്ന് വരാൻ വേണ്ടി കൊതിക്കുന്ന മക്കള്, സൺഡേ സപ്ലിമെന്റിൽ തന്റെ പേരും പെരുമയും അല്ലെങ്കിൽ ഫോട്ടോയും ഒന്ന് വരാൻ വേണ്ടി കൊതിക്കുന്ന മക്കളെ എന്ന് വെച്ചാൽ അത് രാഷ്ട്രീയ മേഖലയാകട്ടെ, ആത്മീയ മേഖലയാകട്ടെ, ഭൗതിക മേഖലയിലാകട്ടെ, ഇടവക മേഖലയിലാകട്ടെ, കുടുംബ കൂട്ടായ്മയുടെ മേഖലയാകട്ടെ, എവിടെയും പേരെടുക്കാൻ, എവിടെയും ഫോട്ടോ വരാൻ, എവിടെയും ഉയർന്നു നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ മക്കള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് പരിശുദ്ധ അമ്മ നമുക്കൊരു ആത്മീയതയുടെ വെല്ലുവിളി, എളിമയുടെ വെല്ലുവിളി തരുന്നത്. ആരാലും അറിയപ്പെടാതെ, ഒരു പേരും എടുക്കാൻ നോക്കാതെ, ഒരു ജനപ്രീതി നേടാൻ നോക്കാതെ, ഒരു മഹത്വം സ്വീകരിക്കാൻ നോക്കാതെ, ഒരു ബഹുമാനവും സ്വീകരിക്കാൻ നോക്കാതെ, ആരാലും അറിയപ്പെടാതെ എളിമയിൽ മാറി നിൽക്കുന്ന ഒരമ്മ ഈ ചൈതന്യം സ്വന്തമാക്കാനാ അന്ത്യകാല പ്രേക്ഷിതരെ വിളിച്ചിരിക്കുന്നത്. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധ ബൈബിളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ഈശോയും തന്റെ ശിഷ്യന്മാരും പല ദിവസങ്ങളിൽ ഈ അമ്മ മാതാവ് താമസിക്കുന്ന നമ്മുടെ ഈശോയുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നത്, ഈ ഈശോയും തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഈശോ കടന്നു വരുമ്പോൾ ഒരിക്കൽ പോലും അമ്മ മാതാവ് ധിക്കരിച്ചിട്ടില്ല. തൻ്റെ ശിഷ്യന്മാരെയൊക്കെ കയറ്റിയിരുത്തിയിട്ട് നല്ല ഭക്ഷണം കൊടുത്തിട്ട് അമ്മ വിട്ടിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബൈബിളിൽ ഒരിടത്ത് പോലും ഈശോയെ ചോദ്യം ചെയ്തിട്ടില്ല. മോനെ, നിനക്കറിയത്തില്ലേ നമ്മൾ ദരിദ്രരാ, ഇവിടെ എന്തിരുന്നിട്ടാ നീ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നേ, ഇവർക്ക് ഞാൻ എവിടെന്നാ എടുത്തു കൊടുക്കുന്നേ? പരാതി പറയുന്ന ഒരമ്മയെ കാണുന്നില്ല. വേണമെങ്കിൽ അമ്മയ്ക്ക് ഈശോയോട് ഇപ്രകാരം പറയായിരുന്നു, മോനെ, നിന്റെ ദൈവത്വം ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഈ ദാരിദ്ര്യ മേഖലയിൽ നിന്ന് നമ്മളെ ഒന്ന് രക്ഷിച്ചുകൂടെ? ആ വിധവ പഴയ നിയമത്തിൽ ഒരു വിധവയെ ഏലിയ പ്രവാചകൻ അനുഗ്രഹിച്ച പോലെ ഒന്ന് അനുഗ്രഹിച്ചുകൂടെ? ഇതാ ഇവിടത്തെ മാവ് പാത്രത്തിലെ മാവ് തീരില്ല, എണ്ണ വറ്റുകയില്ല എന്നുള്ളൊരു അനുഗ്രഹം നിനക്കും തന്നുകൂടെ? വേണമെങ്കിൽ അമ്മയ്ക്ക് ഇതൊക്കെ പറയായിരുന്നു. പക്ഷേ അമ്മ ഇതൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ അമ്മ ഇവിടെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഉപയോഗിച്ച് ജീവിതം എളുപ്പമാക്കാനുള്ളതല്ല മറിയത്തിൻ്റെ ജീവിതം. മനസ്സിലാക്കണം മക്കളെ, യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഉപയോഗിച്ചുകൊണ്ട് മറിയത്തിന്റെ ജീവിതം എളുപ്പമാക്കാനുള്ള അല്ല. രണ്ടാമത് പറയുന്ന കാര്യം, സ്വകാര്യ ലാഭത്തിനു വേണ്ടി നീ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യരുത്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് നമ്മളും മനസ്സിലാക്കേണ്ട കാര്യം ഇതാ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ തകർച്ച, വേദന, വിഷമം, സങ്കടം ഇതൊക്കെ ഉണ്ടാകും. ഇത് മാറിക്കിട്ടാനല്ല ഓടേണ്ടേ,
ഇത് ദൈവം അനുവദിച്ചതാണെങ്കിൽ ഇതിലൂടെയാണ് ഞാൻ സ്വർഗത്തിലെത്തേണ്ടത്. അപ്പോൾ അത് സ്വീകരിക്കാനുള്ള ശക്തിയാ. ഇതിനു വേണ്ടി ആ മക്കളെ നമ്മൾ ഓടി നടന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്, ശുശ്രൂഷകരെ വേദനിക്കാനല്ല അച്ഛൻ പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്നും പണം പറ്റാൻ വേണ്ടി ആയിരിക്കരുത് നിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. നിന്റെ കൊച്ചിന് ഒരു ജോലി കിട്ടാനായിട്ട് ഏതെങ്കിലും ശുശ്രൂഷ മേഖലയിലൂടെ അല്ല നോക്കണ്ടേ. നിന്റെ വീട് പണിയിപ്പിക്കാനായിട്ട് ഏതെങ്കിലും ശുശ്രൂഷ മേഖലയിലൂടെ അല്ല നോക്കണ്ടേ. ശുശ്രൂഷ മേഖലയിലൂടെ നിന്റെ കുടുംബത്തിലേക്ക് സമ്പാദ്യം കൊണ്ടുവരാനാണ് നീ നോക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അത് യേശു വെറുത്തുപേക്ഷിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാ. പറഞ്ഞ ഹല്ലേലൂയ. അമ്മ മാതാവ് നൽകുന്ന എളിമയുടെ പാപം ഇതല്ല മക്കളെ. ലാഭമില്ലാതെ ശുശ്രൂഷ ചെയ്യും, സ്വകാര്യ ലാഭത്തിനല്ലാതെ ശുശ്രൂഷ. ഇതാണ് പരിശുദ്ധി അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുമിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. നാലാമത്തെ എളിമയുടെ നാലാമത്തെ ഒരു ഭാവമുണ്ട് പ്രിയപ്പെട്ടവരെ. അതും പരിശുദ്ധി അമ്മയിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അമ്മയുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ മുഴുവനും പുണ്യങ്ങൾ നിറഞ്ഞു നിൽക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം പരിശുദ്ധി അമ്മ മാതാവ് ദൈവമാതാവാ. 2 പരിശുദ്ധി അമ്മ അമ്മലോത്ഭവയാ. 3 പരിശുദ്ധി അമ്മ നിത്യ കന്യകയാ. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അന്ന് അമ്മ മാതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതറിയാവുന്ന 2 പേരേ ഉള്ളൂ. 1 പിതാവായ ദൈവവും, 2 ഈ പരിശുദ്ധ അമ്മ മാതാവിനും മാത്രം. ഇവർക്ക് 2 പേരും ഇതറിയാവുന്നുള്ളൂ. പക്ഷേ ഈ പരിശുദ്ധി അമ്മ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് അറിയണമെന്ന് ആഗ്രഹിച്ച് മനസ്സ് നൊമ്പരപ്പെട്ടതല്ല, ഒരിക്കൽ പോലും നൊമ്പരപ്പെട്ടിട്ടില്ല. ഇതെല്ലാവരും അറിയുമായിരുന്നെങ്കിൽ എന്നെ വാഴ്ത്തിയാനേലോ, എനിക്ക് മഹത്വം കിട്ടിയാനേലോ, എനിക്ക് ജനപ്രീതി കിട്ടിയാനേലോ, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ആദരവും ബഹുമാനവും കിട്ടിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് പ്രകടമാക്കാനായിട്ട്, ഇത് പരസ്യമാക്കാനായിട്ട് അമ്മ മാതാവ് ഒരിക്കൽ പോലും വെമ്പൽപ്പെട്ടിട്ടില്ല. മറിച്ച് അമ്മ മാതാവ് ഇപ്രകാരമാ ചിന്തിച്ചു വെച്ചത്, പിതാവായ ദൈവം സഭയിലൂടെ ഞാൻ എന്നും മഹത്വപ്പെടണം, ഇതെന്നറിയണമെന്നാണോ ആഗ്രഹിച്ചിരിക്കുന്നത്, അന്നുവരെ ഞാൻ നിശബ്ദതയിൽ ഇതിനെ കാത്തു സൂക്ഷിക്കും. ഇതിൽ വരുന്ന ആത്മീയത ഇതാ മക്കളെ. ദൈവത്തിനും എനിക്കും അറിയാവുന്ന രഹസ്യങ്ങൾ അത് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം പുറത്തു വന്നാൽ മതി. നമുക്കൊത്തിരി കഴിവുകൾ കാണാം, നമുക്കൊത്തിരി വരങ്ങൾ കാണാം. പലരും ഇന്ന് പറയുന്നില്ലേ, എനിക്കൊരു ചാൻസ് കിട്ടുന്നില്ല, എൻ്റെ അടുത്ത് ആരും വരുന്നില്ല, എന്നെ ആരും വിളിക്കുന്നില്ല. മക്കൾ, ദൈവത്തിനറിയാം നിന്റെ കഴിവ്, ദൈവത്തിനറിയാം നിന്റെ വരം. നീ ചെയ്യേണ്ട കാര്യം, അമ്മ മാതാവ് നിശബ്ദതയിൽ കാത്ത് സൂക്ഷിച്ച പോലെ നീ നിശബ്ദതയിൽ പ്രാർത്ഥനയിലായിരുന്നാൽ മതി. തക്ക സമയത്ത് ദൈവം എടുത്ത് നിന്നെ ഉപയോഗിച്ചു കൊള്ളും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ജെറോം ഇപ്രകാരം പറയുന്നു, എന്തുകൊണ്ടാണ് പിതാവായ ദൈവം തന്റെ പുത്രനെ അമ്മയായിട്ട് പരിശുദ്ധ മറിയത്തെ തെരഞ്ഞെടുത്ത്? ഇപ്രകാരമാണ് പറയുന്നതിന് ഉത്തരമായിട്ട് ഇപ്രകാരമാണ് പറയുന്ന, പരിശുദ്ധ അമ്മ മാതാവില് സകല പുണ്യങ്ങളും നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ പുണ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ, എല്ലാ പുണ്യങ്ങളെക്കാളും അധികമായിട്ട് നിറഞ്ഞു നിന്നത് പരിശുദ്ധ അമ്മയിലെ എളിമയും വിനയവുമാണ്. ഈ എളിമയും വിനയവും കണ്ടിട്ടാണ് പിതാവായ ദൈവം അമ്മയെ തൻ്റെ പുത്രന്റെ അമ്മയായിട്ട് തെരഞ്ഞെടുത്തത് എന്ന്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മിസ്റ്റർ ലോറൻസ് ഇപ്രകാരമാ പറഞ്ഞു പഠിപ്പിക്കുക. മിസ്റ്റർ ലോറൻസ് പറയുന്നു, മറിയം ഏറ്റവും കൂടുതൽ പരിഗണിച്ചത് തൻ്റെ കന്യാത്വവും തൻ്റെ നിഷ്കളങ്കതയുമായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഏറെ പരിഗണിച്ചത് പലപ്പോഴും പരിശുദ്ധ അമ്മ തൻ്റെ എളിമയാണ് എന്ന്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അന്തോണീനസ് പറയുന്ന കാര്യപ്രകാരമാ, സ്വർഗത്തീന്ന് ഭൂമിയിലേക്ക്, അമ്മയുടെ ഉദരത്തിലേക്ക്, ഭൂമിയിലേക്ക് യേശുക്രിസ്തു കടന്നു വരാനുള്ള ഗോവണി പരിശുദ്ധ അമ്മയുടെ
എളിമ എന്നുള്ള ഗോമണിയാണ്. മക്കളെ, അന്ത്യകാല പ്രേക്ഷിതരാകാൻ വിളി കിട്ടിയിരിക്കുന്ന മക്കളെ, നമ്മുടെ വിളിയുടെ ഒരു ലക്ഷ്യം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഈശോയെ കൊണ്ടുവന്ന് ജനത്തിന് കൊടുക്കാനാ. ഈ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഈശോയെ കൊണ്ടുവരാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് എളിമ എന്ന പുണ്യം, എളിമ എന്നുള്ള മാർഗം, വിനയം എന്നുള്ള പുണ്യം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കി ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക എന്നതാ. പറഞ്ഞേ ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എളിമയുള്ള വ്യക്തിയിൽ പ്രകടമാകുന്ന ഒരു കാര്യമാ അനുസരണം. അനുസരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയിലേക്ക് നോക്ക്. യോസേപ്പ് പിതാവ് ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, നമുക്ക് ഈജിപ്തിലേക്ക് പോകാം. അമ്മ ചോദിക്കുന്നില്ല, എന്തിനാ, ഇത്രയും ദൂരമില്ലേ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ എവിടുന്ന യാത്ര ചെയ്യണ്ടേ, ഈ വെയിലും കൊണ്ട് പോകണ്ട, ഒരു എക്സ്ക്യൂസും പറയുന്നില്ല മക്കളെ. കുറച്ച് കഴിഞ്ഞ് ഈജിപ്തിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ യോസേപ്പ് പിതാവ് വീണ്ടും മറിയത്തോട് പറയുന്നു, നമുക്ക് തിരിച്ച് ഉണ്ണിയെ കുട്ടിക്കൊണ്ട് പോകാം ഈ ഇസ്രായേലിലേക്ക്. വീണ്ടും അമ്മ ചോദിക്കുന്നില്ല. വേണമെങ്കിൽ അമ്മയ്ക്ക് പറയാമായിരുന്നു, ഞാൻ യോസേപ്പിനെക്കാളും കൂടുതൽ ക്രമ സ്വീകരിച്ചതല്ല, ദൈവം നേരിട്ട് എന്നോട് പറയട്ടെ. ഇതൊന്നും അമ്മ ചെയ്യുന്നില്ല. മറിച്ച് അമ്മ ചെയ്യുന്നത് പറഞ്ഞ കാര്യം അതേപടി അനുസരിക്കാൻ റെഡിയാണ്. എന്ന് വെച്ചാൽ എളിമയുണ്ടെങ്കിൽ നിന്റെ കൂടപ്പറപ്പായിട്ട് മക്കളെ അനുസരണം കാണും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ റിച്ചാർഡ് ഇപ്രകാരമാണ് പറയുന്നത്, ഓരോ ദൈവമക്കളും പരിശുദ്ധ അമ്മയുടെ എളിമയുള്ള മേലങ്കിക്കുള്ളിലേക്ക് പോയി പൊതിഞ്ഞിരിക്കാനായിട്ട് പരിശ്രമിച്ചാൽ ഒരു സാത്താനും ആ വ്യക്തിയെ തകർക്കാനായിട്ട് കടന്നു വരില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവ് വിശുദ്ധ ബ്രിജിറ്റിനോട് പറയുന്ന കാര്യപ്രകാരമാണ്, ഓ എൻ്റെ മക്കളെ, എൻ്റെ അങ്കിക്കുള്ളിൽ ഒളിച്ചിരിക്കുക, ആ അങ്കി എളിമയാണ്. എൻ്റെ മകളെ, എളിമയാൽ നീ നിന്നെ തന്നെ വസ്ത്രമണിയിക്കുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബെർനാഡ് ഇപ്രകാരമാണ് പറയുന്നത്, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ എപ്പോഴാണോ അരുളി ചെയ്ത് പറഞ്ഞത്, ആ സമയത്ത് ഈ ലോകത്തിലുള്ള സകല സൃഷ്ടികളും തൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തിയിലൂടെ എന്തുമാത്രം യോഗ്യത സ്വന്തമാക്കിയിട്ടുണ്ടോ അതിനേക്കാളും കൂടുതൽ യോഗ്യത ഇതാ കർത്താവിന്റെ ദാസി എന്ന് അമ്മ പറഞ്ഞ സമയത്ത് സ്വന്തമാക്കിയെന്ന്. പറഞ്ഞേ ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്തുകൊണ്ടാ പ്രിയപ്പെട്ട ദൈവമക്കളെ, മാലാഖ വന്ന് പരിശുദ്ധ അമ്മയോട് അരുളി ചെയ്ത സമയത്ത് അമ്മ മാതാവ് അസ്വസ്ഥപ്പെടാൻ കാരണം എന്താ? മാലാഖിയെ കണ്ടിട്ട് അസ്വസ്ഥപ്പെട്ടതാണോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും ലോകത്തിലുള്ള ഏതെങ്കിലും മക്കള് എൻ്റെ കന്യാത്തൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഭയപ്പെട്ടതാണോ? അല്ല. കാരണം മംഗളവാർത്ത അറിയിച്ചിട്ട് അതിനു മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ അസ്വസ്ഥപ്പെടുവോ, ഭയപ്പെടുക? പരിശുദ്ധ അമ്മ ഭയപ്പെടാനുള്ള കാരണം പരിശുദ്ധ അമ്മയുടെ വിനയമെന്ന പുണ്യം മാത്രമാണ്. എന്ന് വെച്ചാൽ ഇന്ന് വരെ താൻ ചിന്തിച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകീർത്തനം ഇതാ മാലാഖ വന്നിട്ട് പറയുക മറിയത്തിന്റെ മുമ്പിൽ. പരിശുദ്ധ അമ്മ ചിന്തിച്ചത് താൻ പാപിയാ. അപ്രകാരമുള്ള ഒരു മനസ്സുമായിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ച് ആ രക്ഷകനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാലാഖ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മാലാഖ വന്നിട്ട് പറയോ നീ പാപികളിൽ ഒന്നാമനാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറിയം അസ്വസ്ഥപ്പെടില്ല. പക്ഷേ നീ നിന്റെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ എളിമ എന്ന പുണ്യം സ്വന്തമാക്കിയ വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ഈ മാലാഖ വന്ന് അരുളി ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, മറിയത്തിനൊരു ബോധ്യമുണ്ട്, ഈ ലോകത്ത് പ്രകീർത്തിക്കപ്പെടാൻ ഒരൊറ്റ ആൾക്കേ പ്രകീർത്തിക്കപ്പെടേണ്ടത് ഒരൊറ്റ ആൾ മാത്രമാ. അത് ഈ ലോകത്തിൻ്റെ നിയന്താവും ഈ ലോകത്തിൻ്റെ സൃഷ്ടാവുമായ ദൈവപിതാവ് മാത്രം. ബാക്കി ആരും പ്രകീർത്തിക്കപ്പെടാൻ യോഗ്യതയില്ല. എന്ന് വെച്ചാൽ തൃത്വത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരും പ്രകീർത്തിക്കപ്പെടാൻ പാടില്ല. പ്രിയപ്പെട്ടവർ, ഈ സമയത്താണ് മാലാഖ വന്ന് ഇപ്രകാരം ഒരു പ്രകീർത്തനം ചെല്ലുന്നത്. അതാണ് പരിശുദ്ധ മറിയത്തെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബെർനാഡ് പറയുന്ന കാര്യം ഇപ്രകാരമാണ്, ഞാൻ എന്നെക്കുറിച്ചുള്ള പുകഴ്ചകളെ വെറുത്തും ദാതാവും സൃഷ്ടാവുമായ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള കാര്യം. എന്തുകൊണ്ടാ ദൈവപിതാവ് ഏറ്റവും പെട്ടെന്ന് മറിയത്തിലേക്ക് കടന്നു ചെല്ലാൻ കാരണം? മറിയത്തിൽ അത്രമാത്രം എളിമ എന്ന പുണ്യം നിറഞ്ഞു നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാ: കർത്താവേ,
അന്ത്യകാല പ്രേക്ഷിതരാകാൻ വിളി കിട്ടിയിരിക്കുന്ന എനിക്ക് എളിമയെന്ന പുണ്യം അത് തരണം. ആ എളിമയിലൂടെ ദൈവത്തെ സ്വന്തമാക്കാൻ, ആ എളിമയിലൂടെ ദൈവത്തെ അനുഗമിക്കാനുള്ള, ദൈവത്തെ സ്വീകരിക്കാനുള്ള കൃപ നീ എനിക്ക് തരണമേ എന്ന് ഓരോ മക്കളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ഈ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, എളിമ എന്ന് പറയുന്നത് ആരുടെയെങ്കിലും മുമ്പിൽ കയ്യും കൂപ്പി ഈ താണു നിൽക്കുന്ന പരിപാടിക്കല്ല, മറിച്ച് നിന്റെ ജീവിതത്തിൽ ഏതവസ്ഥയാണോ ആ അവസ്ഥ സ്നേഹത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് എളിമയോടുകൂടി എന്നിട്ട് ജീവിക്കാൻ തയ്യാറാകുന്നതാണ് എളിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കണം, ദാരിദ്ര്യത്തിലൂടെ എങ്ങനെ എനിക്ക് എൻ്റെ ദൈവത്തെ അനുഗമിക്കാം, സ്വന്തമാക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ ലജ്ജ, ഏറ്റവും വലിയ അപമാനം, ഏറ്റവും വലിയ അപകർഷത, ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന കാര്യം മറ്റൊന്നുമല്ല, മനുഷ്യന്റെ ജീവിതത്തില് വസ്ത്രമില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയാ. ഇതാണ് പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു വേദന, ലജ്ജ, അപമാനം, അപകർഷത. പക്ഷെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദത്തിലും ഹവ്വായിലും ഈ ലജ്ജ കാണുന്നില്ല, ഈ അപമാനം കാണുന്നില്ല, ഈ അപകർഷത കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, പിതാവായ ദൈവം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ദൈവം കൂടെയുണ്ടെങ്കിൽ മാത്രമേ ഏതു ദാരിദ്ര്യത്തിലും ഏത് ഇല്ലായ്മയിലും നിനക്ക് തലയുയർത്തി നിന്നുകൊണ്ട് ദൈവത്തെ ചേർത്ത് പിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം കൂടെയില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഏതൊക്കെ ദാരിദ്ര്യം വന്നോട്ടെ, വേദന വന്നോട്ടെ, വിഷമം വന്നോട്ടെ, ഇല്ലായ്മ വന്നോട്ടെ, നീ പഴി പറഞ്ഞിരിക്കും, നീ വിധിച്ചിരിക്കും, നീ കുറ്റപ്പെടുത്തിയിരിക്കും, നീ നിരാശയിലേക്ക് വീണ് പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഒരു മിഠായി കിട്ടിയാൽ, നമ്മുടെ കയ്യിൽ 2-3 മിഠായി ഉണ്ടെങ്കിൽ അവർ വീണ്ടും ആവശ്യപ്പെടും അടുത്ത മിഠായിക്ക്. ഒരു മിഠായി പോരാ കുഞ്ഞുങ്ങൾക്ക്. അത് കിട്ടാതെ വരുമ്പോൾ അവർ കിടന്ന് കരയാൻ തുടങ്ങും. വീണ്ടും അവർ കരഞ്ഞിട്ടും കൊടുക്കുന്നില്ലെന്ന് കണ്ടാൽ അവർ കിട്ടിയ മിഠായി എടുത്ത് ഒരു ഏറ് എറിഞ്ഞിട്ട് വീണ്ടും പോയി അവിടെ കവന്ന് കടന്ന് കരയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ പലരുടെയും ജീവിത രീതി ഇതാ. എന്തുമാത്രം കിട്ടിയാലും കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കാനായിട്ട് തയ്യാറാകാതെ കിട്ടാത്തതിന് വേണ്ടിയുള്ള വേദനയും കരച്ചിലുമാണ്. പ്രിയപ്പെട്ടവർ, എന്തോരം കിട്ടിയാലും പല മക്കളുടെയും മനസ്സിലൊരു ശൂന്യതയാ. അതിന്റെ അടിസ്ഥാന കാരണം മറ്റൊന്നുമല്ല, കിട്ടിയവൻ ദൈവത്തെ സ്വീകരിക്കാനും ദൈവത്തെ അനുഗമിക്കാനും ദൈവത്തെ സ്വന്തമാക്കാനും തയ്യാറാകുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്ത്യകാല പ്രേക്ഷിതരെന്ന് വിളിക്കുന്നതിന് ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സമയത്ത് ശാന്തമായിട്ട് നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ ചേർത്ത് പിടിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അന്ത്യകാല പ്രേക്ഷിതനായി തീർന്ന മകളാ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, അത്യാവശ്യങ്ങള് തൻ്റെ ജീവിതത്തിൽ കിട്ടാതിരിക്കുന്ന സമയത്ത് ഞാൻ ശാന്തത കൈവിടാതെ എൻ്റെ ദൈവത്തെ എനിക്ക് ചേർത്ത് പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അന്ത്യകാല പ്രേക്ഷിതനായി തീർന്നവനാ. മൂന്നാമതായിട്ട്, അകാരണമായിട്ട് ഞാൻ വേദന അനുഭവിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ശാന്തത കൈവിടാതെ എനിക്ക് ദൈവത്തെ പുൽകാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അന്ത്യകാല പ്രേക്ഷിതനാകാൻ വിളി സ്വീകരിച്ചവനാ. നാലാമതായിട്ട്, അപ്രത്യക്ഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ പല നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ശാന്തത കൈവിടാതെ അതിനെ എനിക്ക് ചേർത്ത് പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മക്കളെ, നമ്മൾ അന്ത്യകാല പ്രേക്ഷിതരാകാനായിട്ട് വിളി സ്വീകരിച്ച മക്കളാ. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോയാലും ശാന്തത കൈവിടാതെ സമചിത്തതയോടുകൂടി ആ സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഞ്ഞെ, നീ അന്ത്യകാല പ്രേക്ഷിതരാകാൻ വിളി കിട്ടിയ കുഞ്ഞാ. നിങ്ങള് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് ചെന്നേ. പ്രിയപ്പെട്ടവരെ, ആ കാലിത്തൊഴുത്ത് ദേവാലയമായി തീർന്നത് യേശുക്രിസ്തു അവിടെ വന്നപ്പോൾ.
ഇന്ന് പല കുടുംബങ്ങളും നോക്കിക്കോ, പല ഹൃദയങ്ങളും നോക്കിക്കോ, കാലിത്തൊഴുത്തിനേക്കാളും വേദന നിറഞ്ഞ, അസ്വസ്ഥത നിറഞ്ഞ, അപകടം നിറഞ്ഞ രീതിയിലാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നേ. പക്ഷെ അവിടെ യേശുക്രിസ്തുവിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴാണ് മക്കളെ ആ കാലിത്തൊഴുത്ത് ദേവാലയത്തിന് പറ്റുന്ന രീതിയായി തീരുന്നത്. അപമാനത്തിന്റെ അടയാളമായിരുന്നു കുരിശ്, ശാപത്തിന്റെ അടയാളമായിരുന്നു കുരിശ്. അത് രക്ഷയുടെ അടയാളമായി തീർന്നത് എപ്പോഴാണ്? യേശുക്രിസ്തു ആ കുരിശിൽ കടന്നപ്പോഴാണ്. ഇന്ന് പല കുടുംബങ്ങളുടെയും ജീവിതം, പല വ്യക്തികളുടെയും ജീവിതം ശപിക്കപ്പെട്ട ജീവിതമാ. തലമുറയുടെ ശാപം, ദേശത്തിന്റെ ശാപം, പാപത്തിന്റെ ശാപം പോലുള്ള ചില കെട്ടുകളിൽ അടിമപ്പെട്ട് കിടക്കുന്ന മക്കളെ, അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നീ യേശുക്രിസ്തുവിനെ നിന്റെ ആ ശാപ മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് രക്ഷയുടെ അടയാളമായി, രക്ഷയുടെ സ്ഥലമായിട്ട് ആ സ്ഥലം മാറാനായിട്ട് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ ജീവിതം നോക്കിക്കേ. വിശുദ്ധർ ഇല്ലായ്മയിൽ ജീവിച്ചവരാ, ദാരിദ്ര്യത്തിൽ ജീവിച്ചവരാ. പക്ഷെ ആ വിശുദ്ധരെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച കൊണ്ട് അവർ പിറുപിറുക്കുന്നില്ല, അവർ അതിനെ ഓർത്ത് വേദനിക്കുന്നില്ല, അതിനെ ഓർത്ത് അവർ അസ്വസ്ഥപ്പെടുന്നില്ല. കാരണം അവരെ താങ്ങി നിർത്തിയ ശക്തമായ ഒരു വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം? അനുദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അപ്പൻ എനിക്ക് തരും. 2, എനിക്ക് നിത്യജീവൻ എൻ്റെ അപ്പൻ എനിക്ക് തരും. 3-ാമത്തെ കാര്യം, എൻ്റെ അനുദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കൃപകൾ മുഴുവനും എൻ്റെ അപ്പൻ എനിക്ക് തരുമെന്നുള്ള ഉറച്ച ബോധ്യം, വിശ്വാസം ഓരോ വിശുദ്ധരെ താങ്ങി നിർത്തി. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരമാ പഠിപ്പിക്കുന്ന 4-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിലും ജീവിക്കാൻ എനിക്കറിയാം. ഏത് സാഹചര്യത്തിലും കഴിയുവാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതം തകർച്ചയിലാകട്ടെ, താഴ്മയിലാകട്ടെ, ദാരിദ്ര്യത്തിലാകട്ടെ, ഇല്ലായ്മയിലാകട്ടെ, അവിടെ സംതൃപ്തി കണ്ടെത്താനായിട്ട് നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ അന്ത്യകാല പ്രേക്ഷിതയാകാനായിട്ട് വിളി ലഭിച്ച വ്യക്തിയാന്നേ. വിശുദ്ധരുടെ ചരിത്രങ്ങൾ നോക്കുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഉദരം നിറഞ്ഞിരിക്കുമ്പോഴും, കേൾക്കണം മക്കളെ, ഉദരം നിറഞ്ഞിരിക്കുമ്പോഴും ഉദരം ഒഴിഞ്ഞിരിക്കുമ്പോഴും നീ നിന്റെ ജീവിതത്തിൽ ആനന്ദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ത്യകാല പ്രേക്ഷിതനാകാൻ വിളി കിട്ടിയ മകനാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സൗകര്യങ്ങൾ ഉള്ളപ്പോഴും സൗകര്യമില്ലാത്തപ്പോഴും ഈ 2 മേഖലയിലും ആനന്ദം കണ്ടെത്താൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അന്ത്യകാല പ്രേക്ഷിതനാകാൻ വിളി കിട്ടിയവനാ. 3-ാമതായിട്ട്, രോഗമുള്ളപ്പോഴും സൗഖ്യമുള്ളപ്പോഴും നിനക്ക് ആ 2 സമയത്തും ആനന്ദിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അന്ത്യകാല പ്രേക്ഷിതനാകാൻ വിളി കിട്ടിയവനാ. ആദരിക്കപ്പെടുമ്പോഴും അറക്കപ്പെടുന്ന സമയത്തും നിനക്ക് ആനന്ദിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അന്ത്യകാല പ്രേക്ഷിതനാകാനായിട്ട് വിളി കിട്ടിയത്. മക്കളെ, അന്ത്യകാല പ്രേക്ഷിതരുടെ ഏക വേദന എന്നാണെന്നറിയാമോ? ഈശോ എപ്പോൾ അവരിൽ നഷ്ടപ്പെടുന്നോ അതുമാത്രമാണ് അവരുടെ ജീവിതത്തിന്റെ ഏക വേദന എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇപ്രകാരം പഠിപ്പിക്കുന്നു. കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വചനം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഞാൻ ഏത് സാഹചര്യത്തിലും സംതൃപ്തനാ. എന്നിട്ട് പറയുന്ന കാര്യം ഇപ്രകാരമാണ്: ഞാൻ വസ്ത്രമില്ലാത്തപ്പോഴും പട്ടിണിയിലും ദാരിദ്ര്യത്തിലൂടെയും കടലിലൂടെയും കര കാണാതെ മരത്തടിയിൽ തൂങ്ങി പകലും രാത്രിയും ഞാൻ ഒഴുകിപ്പോകുമ്പോഴും മരണകരമായ അപകടങ്ങളും പീഡനങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകുമ്പോഴും സ്വന്തക്കാരും ബന്ധുമിത്രാദികളും എന്നെ മുറിപ്പെടുത്തുമ്പോഴും ഞാൻ സംതൃപ്തനാ. എത്ര പേർക്ക് ഇത് പറയാനായിട്ട് പറ്റുന്നുണ്ട്? മക്കളെ, ദാരിദ്ര്യ അവസ്ഥ ഉണ്ടാകുമ്പോൾ, ഇല്ലായ്മ ജീവിതത്തിൽ വരുമ്പോൾ അതിൽ സംതൃപ്തി കണ്ടെത്തി ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അന്ത്യകാല പ്രേക്ഷിതന്റെ വിളി. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ കിട്ടാത്ത കാര്യങ്ങളെ ഓർത്തും ഈ ഇല്ലായ്മയും ഈ കാണുന്ന ദാരിദ്ര്യ അവസ്ഥയും എല്ലാവരോടും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ മക്കളെ, ഇതാണ് നിന്റെ ആത്മീയതയുടെ പാപ്പരത്വം എടുത്തു കാണിക്കുന്നത്. അത് ആത്മീയതയുടെ പാപ്പരത്വം എടുത്ത് കാണിക്കില്ല. ഡോൺ ബോസ്കോയുടെ ജീവിതം നോക്കിക്ക്. ചെറുപ്രായം തൊട്ട് ദാരിദ്ര്യം അനുഭവിച്ച് വളർന്നു വന്ന വ്യക്തിയാ. അവൻ ഒരിക്കൽ പറഞ്ഞു, എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. എന്നിട്ട് അവൻ ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്: എന്നാൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കും.
റോമിലെ അഴുക്കുചാലിൽ, നഗരത്തിലെ അഴുക്കുചാലിൽ നിന്നും ഭക്ഷണമെടുത്ത് കഴിച്ചു വളർന്നു വന്ന ഒരു വ്യക്തിയാ വിശുദ്ധ ജോസഫ് ലബോറ എന്ന് പറയുന്ന വ്യക്തി. പ്രിയപ്പെട്ടവരെ, പല ദിവസങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനായിട്ട് വകയില്ലാതെ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ചു വന്ന വ്യക്തിയാ 10-ാം പിയൂസ് മാർപ്പാപ്പ. ഇട്ടിരുന്ന വസ്ത്രം കുറെ വർഷങ്ങള് അത് മാത്രം ഇടേണ്ട അവസ്ഥയിൽ ആ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോയ വ്യക്തിയാ ജോൺ 23-ാം മാർപ്പാപ്പ. തനിക്ക് കിട്ടിയിരുന്ന ചില വസ്ത്രം, ഒരു ദാനമായി കിട്ടിയിരുന്ന വസ്ത്രം, അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആദ്യ കുർബാന സ്വീകരണത്തിന് ഇട്ടുകൊണ്ട് അതിൽ പോയി ഈശോയെ സ്വന്തമാക്കിയ വ്യക്തിയാണ്, ദരിദ്ര ജീവിതം നയിച്ച വ്യക്തിയാണ് വിശുദ്ധ മരിയ ഗൊരെത്തി. ചെരുപ്പ് കുത്തിയുടെ മകനായിട്ട് ജീവിച്ച് ദാരിദ്ര്യം പേറി, പ്രിയപ്പെട്ടവരെ, ആ ദാരിദ്ര്യത്തിൽ പല ദിവസവും പട്ടിണി കിടന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ജോസഫ് കുപ്പർനോ. ഇപ്രകാരം വിശുദ്ധരുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും ദൈവത്തെ മാത്രം കെട്ടിപ്പിടിച്ച് അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചു അവര്. നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കിക്കേ. എൻ്റെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യ അവസ്ഥയിലും വേദനയിലും ഇല്ലായ്മയിലും ഞാൻ അത് മുഴുവനും പറഞ്ഞു പരത്തിക്കൊണ്ട് നടക്കുന്ന എൻ്റെ ആത്മീയതയുടെ പാപ്പരത്വം വിളിച്ചോതിക്കൊണ്ടിരിക്കുന്ന ദൈവ പൈതലാണോ? അതെയോ ഞാൻ ആ സമയത്ത് എൻ്റെ കർത്താവിനെ പുൽക്കാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തിയാണോ? വിശുദ്ധ പൗസ്തീന ഇപ്രകാരം പറയുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ നിത്യവ്രതത്തിൻ്റെ അന്ന് തൻ്റെ അപ്പനും അമ്മയ്ക്കും ആ കാണുന്ന ശുശ്രൂഷയിൽ പങ്കുചേരാൻ ആഗ്രഹം. പക്ഷെ അപ്പനും അമ്മയ്ക്കും അതിൽ പങ്കുചേരാൻ വരാനായിട്ടുള്ള വണ്ടിക്കൂലി ഇല്ലാത്ത കൊണ്ട് അവർ വീട്ടിലിരുന്നു. പക്ഷേ അവരും പൗസ്തീനായും അതിനെ ഓർത്ത് ഒരിക്കൽ പോലും ദൈവത്തിന്റെ മുന്നിൽ പരാതി പറഞ്ഞിട്ടില്ല. എവപ്രാസ്യാമ്മയുടെ ജീവിതം നോക്കിക്കേ. തന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ലെറ്റർ വരുവാ, ഇതാ ഇന്ന ദിവസം വീട് ജപ്തി ചെയ്യാൻ പോവാ. തിരിച്ച് എവപ്രാസ്യാമ്മ തന്റെ മാതാപിതാക്കളെ അറിയിച്ച ഒരു കാര്യപ്രകാരമാ, അപ്പാ അമ്മ, പണം കുറഞ്ഞാലും പുണ്യം കുറയരുത്. പണം കുറഞ്ഞാലും പുണ്യം കുറയരുത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചെറുപ്പത്തിൽ എന്തുമാത്രം ദാരിദ്ര്യ അവസ്ഥയിലൂടെ കടന്നുപോയ മകനാ. പക്ഷേ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവത്തെ പഴിചാരാൻ നോക്കാതെ ദൈവത്തെ വാരി കെട്ടിപ്പുണരാനായിട്ട് മാത്രം പരിശ്രമിച്ച വ്യക്തിയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മാർഗരറ്റ് മേരി അലങ്കോക്ക് 15 വർഷമായിട്ട് വാദപ്പനി വന്നിട്ട് ദാരിദ്ര്യം പേര് ജീവിച്ച മകള്. അവൾ ഒരിക്കൽ പോലും ദൈവത്തിന്റെ മുമ്പിൽ പിറുപുറത്തില്ല. തന്റെ ഇല്ലായ്മയെ ഓർത്ത്, തന്റെ ദാരിദ്ര്യ അവസ്ഥയോർത്ത് പിറുപുറത്തിട്ടില്ല. മറിച്ച് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ എപ്പോഴും പുൽക്കാനായിട്ട് അവൾ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. മക്കളെ, വിശുദ്ധരുടെ ചരിത്രം മുഴുവനും പരിശോധിച്ച് നോക്കുമ്പോൾ അവർ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന 5-6 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാ, ലഭിക്കാതെ പോയതിനെ ഓർത്ത് അവരാരും പരാതി പറഞ്ഞു നടന്നിട്ടില്ല. രണ്ടാമതായിട്ട്, തരാത്തവർക്കെതിരായിട്ട് അവർ ഒരിക്കലും പിറുപിറുത്തിട്ടില്ല. മൂന്നാമതായിട്ട്, ഉള്ളവരെ നോക്കി അവരാരും താരതമ്യം ചെയ്തിട്ടില്ല. നാലാമതായിട്ട്, അവരാരും അസൂയപ്പെട്ടിട്ടില്ല. അഞ്ചാമതായിട്ട്, അസൗകര്യങ്ങളിൽ അവരാരും അസ്വസ്ഥപ്പെട്ടിട്ടില്ല. ആറാമത്, വേദനിപ്പിച്ചവർക്കെതിരെ അവരാരും ഹൃദയമടച്ചിട്ടില്ല. ഏഴാമതായിട്ട്, ഈശോയെ മാത്രമായിരുന്നു അവർക്ക് സ്വന്തമാക്കാൻ ഉള്ളത് എന്നുള്ള ബോധ്യത്തിൽ അവർ ജീവിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസം നമ്മുടെ ജീവിതത്തിലും വേണ്ട പ്രധാനപ്പെട്ട കാര്യത. ഒന്ന്, അമ്മ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു എളിമയുണ്ടല്ലോ, ആ എളിമയുടെ ഭാവം നമ്മൾ സ്വന്തമാക്കണം. രണ്ടാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും യേശുവിനെ പുൽക്കാനായി, യേശുവിനെ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ വ്യക്തമായിട്ടും കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ 8, 9, 10 വചനം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്രകാരം പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുക. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. വിഷമം അനുഭവിക്കപ്പെടുന്നു, എങ്കിലും ഭക്തനാശനാകുന്നില്ല. വീണ്ടും പഠിപ്പിക്കുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തനാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. വീണ്ടും പഠിപ്പിക്കുന്നു, ബഹുമാനത്തിലും അപമാനത്തിലും സത്കീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ
സത്യസന്ധരാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും അറിയപ്പെടുന്നവരാണ്. മരിക്കുന്നവരെ പോലെയാണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെ പോലെയാണെങ്കിലും വധിക്കപ്പെടുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു. ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു. ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എത്ര ദാരിദ്ര്യമുണ്ടായിക്കോട്ടെ, എത്ര ഇല്ലായ്മ വന്നോട്ടെ, ഇതിൻ്റെ അകത്ത് എനിക്ക് എൻ്റെ ഈശോയെ പുൽക്കാൻ പറ്റണം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം നമ്മളൊന്ന് സ്വന്തമാക്കാൻ പരിശ്രമിക്കുക. മക്കളെ, ജീവിതത്തിൽ ദൈവം തരുന്ന ചില കാര്യങ്ങൾ, അത് വേദനയാകാം, വിഷമമാകാം, സങ്കടമാകാം. നീ പോകേണ്ട ചില റൂട്ടുണ്ട്. അതിലൂടെ പോകാൻ നീ ദൈവത്തിൻ്റെ കരത്തിൽ നിന്നും സ്വന്തമാക്കണം. അത് സ്വീകരിച്ച് അതിൻ്റെ അകത്ത് ജീവിക്കാൻ ഒന്ന് പരിശ്രമിക്കണം. അല്ലാതെ ദർശനത്തിൻ്റെ പിന്നാലെ പറക്കാൻ പോയാൽ, ഭൗതിക കാര്യങ്ങൾ നേടിക്കിട്ടാൻ, അത്ഭുതങ്ങൾ സമ്പാദിച്ചു കൂട്ടാൻ, പേരെടുക്കാൻ, ഇതിനൊന്നും വേണ്ടി മക്കളെ പോകല്ലേ. 2, ഏത് ദാരിദ്ര്യം വന്നോട്ടെ, ഏതില്ലായ്മ വന്നോട്ടെ, അത് സ്വീകരിച്ച് എൻ്റെ അപ്പനെ പുൽകാൻ, എൻ്റെ അപ്പനെ പുൽകാൻ, എൻ്റെ അപ്പനോട് ചേരാൻ നീ ഒന്ന് കൊതിച്ചോ. നീ അന്ത്യകാല പ്രേക്ഷിതരായി തീർന്നിരിക്കും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മക്കൾ മുഴുവനും അന്ത്യകാല പ്രേക്ഷിതരാകാൻ വിളി കിട്ടിയവരാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കൂട്ടായ്മ ഇന്ന് കേരള സമൂഹത്തിൽ രൂപപ്പെടുകയാണ്. അതിന് ഏറ്റവും വലിയ നേതൃത്വം കൊടുക്കുന്നത് ഷെക്കേന ചാനലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ അന്ത്യകാല പ്രേക്ഷിതരായിട്ട് തീരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, ഷെക്കേന ചാനലിലേക്ക് നിങ്ങൾ ഫോൺ വിളിച്ചോ, മെയിൽ വിട്ടോ, ചേരാൻ ആഗ്രഹം പറ. അവർ നിങ്ങളുടെ പേരും അഡ്രസ്സും എഴുതി വെക്കും. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും. അതിനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരും. അതിലൂടെ നമ്മൾ ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കും. പ്രിയപ്പെട്ടവർ, ഇപ്രകാരം ഈ ലോകത്തിൽ സാത്താൻ വെക്കുന്ന കെണികളെ, അവൻ്റെ സൈന്യവുമായിട്ട് വന്ന് നശിപ്പിക്കാൻ നോക്കുന്ന സകല തിന്മയുടെ ശക്തികളെ നമ്മളിലൂടെ ഇല്ലാതാക്കണം. ഈ ലോകത്തിലെ മുഴുവനും മക്കളെ നമുക്ക് സ്വർഗത്തിലെത്തിക്കണം. അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും മേടിച്ചെടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അന്ത്യകാല പ്രേക്ഷിത ശുശ്രൂഷകരായി തീരണം. അതിന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമേ, എളിമയെന്ന പുണ്യം നീ എനിക്ക് തരണം, എളിമയെന്ന ചൈതന്യം നീ എനിക്കൊന്ന് തരണം. നമുക്ക് ഈ നിമിഷം എഴുന്നേറ്റ് നിന്ന്, അല്ലെങ്കിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ആരാധനയ്ക്കായി നമ്മളെ തന്നെ ഈ നിമിഷം ഒരുക്കാം. ആത്മരക്ഷ ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസ്സംഗതയാൽ വീക്ഷിക്കുന്നവർ, ആത്മനാഥനേശുവിന്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾക്ക് വില കൊടുത്ത് വേല ചെയ്തവർ, അന്ത്യകാല അഭിഷേകം കേരളത്തിൻ മണ്ണിൽ നിന്നും പൊട്ടിപ്പുറപ്പെടട്ടെൻ്റെ പൊന്നു കർത്താവേ. സാധിക്കുന്നവരെല്ലാം മുട്ടുകൾ കുത്തി ദിവികാരുണ്യ ഈശോയെ, എന്റെ ഭവനത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുക. വെയിലുണക്കിയ മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെ തീയഭിഷേകം, ഓ തീയഭിഷേകം, നീറി നിന്ന എൻ്റെ ചങ്കിൽ റൂഹ തരും നല്ലോ തീയഭിഷേകം, ഓ തീയഭിഷേകം. ചേർന്ന് പാടാ. വെയിലുണക്കിയ മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെ തീയഭിഷേകം, ഓ തീയഭിഷേകം, നീറി നിന്ന എൻ്റെ ചങ്കിൽ റൂഹ തരും നല്ലോ തീയഭിഷേകം, ഓ തീയഭിഷേകം. തീ തീ തീയഭിഷേകം, തീ തീ തീയഭിഷേകം, തീ തീ
തീ അഭിഷേകം എന്തോരാനന്ദം. എല്ലാവരും ചേർന്ന് പാടാമോ? തീ തീ അഭിഷേകം തീ തീ അഭിഷേകം തീ 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 അഭിഷേകം എന്തോരാനന്ദം. തീ 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 അഭിഷേകം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം എന്തോരാനന്ദം. തീ 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 അഭിഷേകം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം കേരള എന്തോരാനന്ദം. സഭയിലേക്ക് മുഴുവൻ ഈ അഭിഷേകം ഇറങ്ങട്ടെ. മക്കളെ, രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് ഒരു തീ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുക. സഭയിൽ ഈ അഭിഷേകം ഇറങ്ങണം, വൈദികരിൽ ഈ അഭിഷേകം ഇറങ്ങണം, സമർപ്പിതരിൽ ഈ അഭിഷേകം ഇറങ്ങണം, ഓരോ ആത്മായ മക്കളിൽ ഈ അഭിഷേകം ഇറങ്ങണം. കർത്താവിന്റെ അന്ത്യകാല പ്രേക്ഷിതരാകാനുള്ള ഒരു തീ അഭിഷേകം ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പകരപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് സകല മക്കളും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. വെയിലണയ്ക്കുന്ന വെള്ളത്തിലും തീ ജ്വലിക്കുന്നു എന്ന പോലെ, തീ അണയ്ക്കുന്ന വെള്ളത്തിലും തീ ജ്വലിക്കുന്നു എന്ന പോലെ, എന്റെ മനസ്സിന്റെ സങ്കടത്തിൽ എന്റെ മനസ്സിന്റെ നൊമ്പരത്തിൽ തീ കൊളുത്തി നീ വന്നിടുമ്പോൾ എന്തോരാനന്ദം. എന്റെ മനസ്സിന്റെ സങ്കടത്തിൽ എന്റെ മനസ്സിന്റെ നൊമ്പരത്തിൽ തീ കൊളുത്തി നീ വന്നിടുമ്പോൾ എന്തോരാനന്ദം. തീ അഭിഷേകം തീ അഭിഷേകം തീ അഭിഷേകം ഹല്ലേലൂയ. തീ അഭിഷേകം തീ അഭിഷേകം തീ അഭിഷേകം തീ അഭിഷേകം ഹല്ലേലൂയ. തീ അഭിഷേകം വെയിലുണക്കിയ മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെ തീ അഭിഷേകം. ഓ തീ അഭിഷേകം നീറി നിന്ന എൻ്റെ ചങ്കിൽ റൂഹ തരുന്നല്ലോ. തീ അഭിഷേകം. ഓ തീ അഭിഷേകം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം എന്തോരാനന്ദം. തീ 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 അഭിഷേകം തീ 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 അഭിഷേകം തീ 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 അഭിഷേകം എന്തോരാനന്ദം. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിക്കാം. ദാഹിക്കുക മക്കളെ, ഈ ഒരു തീ നിമിഷം പകരപ്പെടാൻ, സഭയിലേക്ക് പകരപ്പെടാൻ, വൈദികരിലേക്ക് പകരപ്പെടാൻ, സമർപ്പിതയിലേക്ക് പകരപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി ഒരൊറ്റ വിളി വിളിച്ച യേശുവേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ, ദേശങ്ങളെ അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമേ. വലിയൊരു അഭിഷേകം നൽകണമേ. കത്തിപ്പടരുന്ന അഭിഷേകം, ഉജ്ജ്വലിക്കുന്ന ഒരു അഭിഷേകം, ഉണർവിന്റെ ഒരു അഭിഷേകം, അന്ത്യകാല പ്രേക്ഷിതരാകാൻ അഭിഷേകം, ത്യാഗങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കാൻ അഭിഷേകം, ദാരിദ്ര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അഭിഷേകം, എളിമയിൽ ജീവിക്കാൻ അഭിഷേകം. ഓ ദൈവമേ, ഓ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം നൽകണമേ. കർത്താവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായി സ്വർഗം തുറന്നിറങ്ങി വന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അന്ത്യകാല പ്രേക്ഷിതരെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ അഭിഷേകം ചെയ്യാനായിട്ട് സ്വർഗം തുറന്ന് ഇപ്പോൾ ഈ ബലിപീഠത്തിൽ ഇറങ്ങി വന്ന് ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. മക്കളെ, നീ ആയിരിക്കുന്ന അവസ്ഥ ഇന്നു വരെ ദൈവത്തിന് നീ നിന്നെ തന്നെ കംപ്ലീറ്റ് ആയി പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടോ? നിന്റെ ദാരിദ്ര്യമാകാം, ഇല്ലായ്മയാകാം, രോഗമാകാം, പട്ടിണിയാകാം, സങ്കടമാകാം, തകർച്ചയാകാം, നിന്റെ കുടുംബ വഴക്കാകാം. മക്കളെ, നിന്റെ ജീവിതത്തിൽ എന്തൊരവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നുണ്ടോ ആ അവസ്ഥ മാറാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കല്ലേ. ഇത് അപ്പന്റെ കയ്യിൽ നിന്നൊന്ന് സ്വീകരിച്ച്, അപ്പാ നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ നന്മയ്ക്കാ. എന്നെ സ്വർഗത്തിലെത്തിക്കാൻ ഏറ്റവും കൂടുതൽ ദാഹിക്കുന്ന ഈ ലോകത്തിൽ മറ്റാരും അല്ല, നീയാ. ഉറച്ചു വിശ്വസിക്കുക. അപ്പാ ഞാൻ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇത് സ്വീകരിച്ച്, ഇത് അനുഭവിച്ച്, ഇത് ജീവിച്ചാൽ മാത്രമാണ് എങ്കിൽ ഇതാ
ഞാൻ സ്വീകരിക്കുന്നു അപ്പാ. എനിക്കിത് ജീവിക്കാൻ, ഇത് അനുഭവിക്കാൻ, ഇത് സഹിക്കാൻ, ഇത് പൊറുപിറുക്കാതെ സ്നേഹത്തോടെ നിന്റെ മുറിവിലേക്ക് ചേർത്ത് വെച്ച് ജീവിക്കാൻ എനിക്കൊരു കൃപ അപ്പ തരണമേ, അപ്പ തരണമേ. ഞാൻ ധ്യാനം കൂടാൻ പോകും അപ്പാ. ഞാൻ പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും അപ്പാ. ഞാൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും. ഞാൻ ഓരോ സ്ഥലത്ത് പോയിരുന്നു ഒത്തിരി വില കൊടുത്ത് പ്രാർത്ഥിക്കും. പക്ഷേ നീ ആഗ്രഹിക്കുന്ന ഞാനിത് ജീവിച്ചാലാണ് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ഇത് ജീവിക്കാൻ എനിക്ക് കൃപ വേണം. അപ്പ തരണേ. പരിശുദ്ധ അമ്മയുടെ പാപം, എളിമയുടെ പാപം ഇതാ മക്കളെ എല്ലാം ഉണ്ടായിട്ട്, എല്ലാ വരവും ഉണ്ടായിട്ട്, എല്ലാ ശക്തിയും ഉണ്ടായിട്ടും അത്ഭുതം കാണിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനും ജീവിതക്ലേശം മാറ്റാനും അല്ല നോക്കിയേ, അത് അനുഭവിച്ചുകൊണ്ട് സ്വർഗം സ്വന്തമാക്കാൻ നോക്കി. ആ മക്കളെ അമ്മയുടെ എളിമ. അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് എളിമ എന്ന പുണ്യം താ. അമ്മ എനിക്ക് എളിമ എന്ന പുണ്യത്തിൽ ജീവിക്കാൻ ഒരു കൃപത, ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള കൃപത, വിനയത്തോടുകൂടി ജീവിക്കാൻ കൃപത. എന്റെ ജീവിത പങ്കാളികളുടെ മുമ്പിൽ, എന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ, എന്റെ മക്കളുടെ മുമ്പിൽ, എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ, എന്റെ വൈദികരുടെ മുമ്പിൽ, എന്റെ സമൂഹത്തിന്റെ മുമ്പിൽ എളിമയോടും വിനയത്തോടും കൂടി ജീവിക്കാൻ അപ്പാ നീ എനിക്കൊരു കൃപ തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ എളിമ എന്ന പുണ്യം നിറയപ്പെടാൻ വേണ്ടി മക്കളെ ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല 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 ഹല. റിയാ 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 റിയാ. ഓ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം നിറയണമേ. എളിമ എന്ന പുണ്യത്താൽ നിറയ്ക്കണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളിൽ നിറയ്ക്കണമേ. അമ്മയിൽ നിന്ന് ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. എളിമ എന്ന പരമപുണ്യം തരണമെന്നമ്മേ നിന്റെ എളിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. എളിമ എന്ന പരമപുണ്യം തരണമെന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. എളിമ എന്ന പരമപുണ്യം തരണമെന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. ഓരോ മക്കളും പ്രാർത്ഥിക്കട്ടെ. മക്കളെ, എളിമയിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവരിലാണ് ദൈവം സംപ്രീതനാകുന്നത്. ദൈവം എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയിലേക്ക് ഓടി അണഞ്ഞു? മറ്റൊരു കാര്യമല്ല, എളിമ മാത്രം അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്. മക്കളെ, ഈ ഒരു എളിമ എന്ന ചൈതന്യം നമ്മൾ പുൽകുവാൻ, നമ്മൾ സ്വന്തമാക്കാൻ, ഓ മറിയമേ ഇതാ ഞങ്ങൾ അമ്മയിലൂടെ ഈശോയോട് പ്രാർത്ഥിക്കുക. ഈശോയിൽ നിന്നും ഈ കൃപ ഞങ്ങൾക്കൊന്ന് വാങ്ങിച്ചു തരണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. തകർക്കും നികളമൊക്കെ ദൈവമിങ്ങനെ റൂഹ നിറഞ്ഞരുളി നീയല്ലോ, നിറഞ്ഞരുളി നീയല്ലോ, അരുളി നീയല്ലോ. തകർക്കും നികളമൊക്കെ ദൈവമിങ്ങനെ റൂഹ നിറഞ്ഞരുളി നീയല്ലോ, നിറഞ്ഞരുളി നീയല്ലോ, അരുളി നീയല്ലോ. എളിമ എന്ന പരമപുണ്യം തരണമെന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. എളിമ എന്ന പരമപുണ്യം തരണമെന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. രണ്ടു കര ഉയർത്തിപ്പിടിച്ച് ഈ പുണ്യത്തിന് വേണ്ടി ഒരിക്കൽ കൂടി എല്ലാ വൈദികരിലും, എല്ലാ സമർപ്പിതരിലും, എല്ലാ കുഞ്ഞുങ്ങളിലും ഈ ഒരു പുണ്യം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കരം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല 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 സുഖിച്ച് പ്രാർത്ഥിച്ച മക്കളെ, വിട്ടുകൊടുത്തുനിന്ന് പ്രാർത്ഥിച്ച മക്കളെ, വില കൊടുത്തുനിന്ന് പ്രാർത്ഥിച്ച മക്കളെ, ആരാധിച്ച് പ്രാർത്ഥിച്ച്
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ പരിശുദ്ധാത്മാവേ, എളിമയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, എളിമയാൽ ഞങ്ങളെ ഉറകൂട്ടണമേ, എളിമയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, എളിമയാൽ ഞങ്ങളെ കത്തിപ്പടർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഇടതുകരം ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ വലതുകരം ഉയർത്താം. പ്രിയപ്പെട്ടവർ, ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത് മാറ്റിവെച്ചിരിക്കുന്ന മക്കളാണ് കർത്താവിൻ്റെ ശുശ്രൂഷകര്, വചനപ്രഘോഷകര്, കൗൺസിലിംഗ് കൊടുക്കുന്നവര്, അങ്ങനെ എല്ലാ കർത്താവിന് വേണ്ടി വില കൊടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന അനേകം മക്കളുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കടമയുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷകർ, അവരുടെ ലക്ഷ്യം തൻ്റെ അടുത്ത് വരുന്നവരെ സ്വർഗത്തിലെത്തിക്കുക മാത്രമാണ്. മറ്റൊരു ലക്ഷ്യവും വേണ്ട മക്കളെ. ഒരു ഭൗതിക പ്രശ്നവും പരിഹരിക്കാനല്ല, അത് കർത്താവ് തക്ക സമയത്ത് പരിഹരിച്ചോളൂ. നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്ക്, ബാക്കി മുഴുവനും കിട്ടും. മക്കളെ, ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശുശ്രൂഷകനും തെറ്റായ ഉപദേശം വേണ്ട, ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യവും വേണ്ട, ദൈവം തരാത്ത ഒരു ശുശ്രൂഷയും ചെയ്യണ്ട. അത് സ്വർഗത്തിൽ ജനത്തെ എത്തിക്കുന്ന, ഓരോ മക്കളുടെ ആത്മാവിനെ സ്വർഗത്തിൽ നിത്യതയിലെത്തിക്കുന്ന ശുശ്രൂഷ മാത്രം ചെയ്യാൻ കർത്താവേ കൃപ എല്ലാ ശുശ്രൂഷാ മക്കൾക്കും, ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഈ നിമിഷം പ്രദാനം ചെയ്യണമേ എന്നുള്ള ആഗ്രഹത്തോടെ വലതുകരം ഉയർത്തിപ്പിടിച്ച് ശുശ്രൂഷകരെല്ലാം ശക്തി പ്രാപിക്കാൻ, ഉണരുവാൻ, ജ്വലിക്കുവാൻ, കർത്താവിന്റെ തീപ്പന്തമാകാൻ, അന്ത്യകാല പ്രേക്ഷിതരായി തീരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ ശുശ്രൂഷകരിലേക്കും ആത്മാവിന്റെ ശക്തി ഇറങ്ങാൻ കൊതിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ, മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ, വചന പ്രഘോഷകരെ അനുഗ്രഹിക്കണമേ. കർത്താവിന് വേണ്ടി വില കൊടുത്ത് മിഷൻ മേഖല ജോലി ചെയ്യുന്ന ഓരോ ശുശ്രൂഷകരെ, ഓരോ വൈദികരെ ഏറ്റെടുക്കണമേ. കരമടിച്ച് 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 ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. എഴുന്നു നിന്ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. എഴുന്നു നിന്ദാസർ മക്കൾ ഞങ്ങൾ, മുൻപിലെന്നുമെന്നും. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇറങ്ങി വന്നിടണേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ മക്കളെ, സകല ശുശ്രൂഷകരിലേക്കും. നിന്ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. എഴുന്നു നിന്ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി ഒറ്റ വിളി യേശുവേ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, മക്കളെ, രണ്ട് കരങ്ങൾ യാചനയോടെ പിടിക്കാം. അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. പ്രത്യേകിച്ച് ആത്മാവിന്റെ ഒരു ഉണർവ് കിട്ടണം, നമുക്ക് കിട്ടണം, കേരള സഭയ്ക്ക് കിട്ടണം, സകല വൈദികർക്ക് കിട്ടണം, സകല സമർപ്പിതർക്ക് കിട്ടണം, സകല കുടുംബജീവിതം നയിക്കുന്നവർക്ക് കിട്ടണം. പ്രത്യേകിച്ച് കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്ന വേലക്കാർക്ക്, ശുശ്രൂഷകർക്ക് കിട്ടണം. മങ്ങിയ എല്ലാ കാര്യങ്ങളും മാറിപ്പോണം, വാടിപ്പോയതെല്ലാം ചൂടാകണം, എല്ലാം ഉണരണം.
മക്കളെ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക, അങ്ങേ വെളിവിന്റെ കതിരുകളെ ആകാശത്തിൽ നിന്നും അയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക. എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമായ വിരുന്നേ, മധുരമായ തണുപ്പേ, അലച്ചിലിൽ സ്വൈര്യമേ, എഴുന്നള്ളി വരിക. എത്രയും ആനന്ദത്തോടു കൂടി ആയിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ ഇപ്പോൾ നിറയ്ക്കുക. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യരിൽ നിന്ന് പാപമല്ലാതെ യാതൊന്നുമില്ല. അറപ്പുള്ളത് കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, മുറിവേറ്റിരിക്കുന്നത് വെച്ച് കെട്ടുക, രോഗികളെ സുഖപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, നേർവഴിയല്ലാതെ പോയത് തിരിക്കുക. അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് 7 വിശുദ്ധ ദാനങ്ങൾ നൽകുക. പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരണമേ. ആമേൻ, ആമേൻ. വലതുകരം ഉയർത്തിപ്പിടിക്കുന്നു. മക്കളെ, നമ്മുടെ ഈ സെക്കന ചാനലിനെ സമർപ്പിക്കുക ദിവ്യകാരുണ്യത്തിലേക്ക്. പ്രത്യേകിച്ച് നമുക്ക് DTH പ്ലാറ്റ്ഫോം, അതിന്റെ പ്രശ്നങ്ങൾ മാറ്റി നമുക്ക് കിട്ടണം. ലോകത്തിലെ സകല ക്രൈസ്തവ മക്കളും ഈ ശുശ്രൂഷകൾ പങ്കുചേരണം. മക്കളെ, സ്വർഗം ഇനിയും ഓരോ ശുശ്രൂഷകൾ ഇതിലൂടെ പകരപ്പെടും. മക്കളെ, അതെല്ലാം ജനം കാണണം. അതിനുള്ള വേദിയാണ് DTH പ്ലാറ്റ്ഫോം തുറക്കുക. മക്കളെ, നമ്മൾ നിലവിളിച്ച് തമ്പുരാന്റെ മുന്നിൽ പറഞ്ഞാൽ തമ്പുരാൻ ഉപേക്ഷിക്കില്ല, കർത്താവ് ഉപേക്ഷിക്കില്ല. കർത്താവ് അത് ചെയ്തു തരും. വിശ്വസിക്കുന്ന മക്കൾ കരം ഉയർത്തിപ്പിടിച്ച് അപ്പനെ ഒന്ന് സ്വരം ഉയർത്തി വിളിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിച്ച യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വർഷിക്കണമേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊയ്ത്തുകാലവേലയ്ക്കായി ആയുധങ്ങൾ മൂർച്ചയേറ്റാൻ സഹനത്തിൽ വെന്തുരുകി പാകമായവർ. ആത്മധൈര്യം കൈവിടാതെ ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗത്തെ നിറച്ചിടുവാൻ യാഗമായവർ. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ. കാലമേറയില്ല കാന്തൻ വന്നിടുവാനായി. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ,